വികസന വിവേചനത്തിൻ്റെ മലപ്പുറം വർത്തമാനങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മലപ്പുറത്തെ സംസ്ഥാനവും കേന്ദ്രവും അവഗണിക്കുന്നതിൻ്റെ വർത്തമാനവും ചരിത്രവുമാണ് ഇന്നത്തെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് മലപ്പുറത്തെ അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചരിത്രവും വർത്തമാനവും ഒരുപാട് നാളുകളായി പഠനം നടത്തിയിട്ടുള്ള ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ ബഷീർ തൃപ്പൻസിയാണ്. ആ വിഷയത്തിൽ തന്നെ അദ്ദേഹം മലബാർ പോരാട്ട ചരിത്രവും വിവേചനത്തിൻ്റെ വർത്തമാനവും എന്ന ഒരു ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. ഹൃദ്യമായ സ്വാഗതം. ബഷീർ സാഹിബ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരമാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ളത്. എല്ലാവർക്കും എത്തിപ്പെടാൻ ഒരുപാട് പ്രയാസമുള്ള ഒരിടമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ 14 ജില്ലകൾ നോക്കുമ്പോഴും എല്ലാവർക്കും എത്തിപ്പെടാൻ സൗകര്യമുള്ള ഒരു ജില്ലയായിരുന്നില്ലേ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാക്കാൻ ഏറ്റവും നന്നായിരുന്നത്? അതുകൊണ്ട് എൻ്റെ സംശയം, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഈ തിരുവനന്തപുരമായി മാറിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതെ, നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി ആണ് അത് പരിശോധിക്കേണ്ടത്. അപ്പം നമ്മളിന്ന് കാണുന്ന കേരളം രൂപം കൊള്ളുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1956 നവംബറിലാണ്, നവംബർ 1. അപ്പോൾ അതിനു മുമ്പ് കേരളം എങ്ങനെയായിരുന്നു എന്നത് പരിശോധിക്കുമ്പോഴാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക. 1956 കേരളം പിറവി കൊള്ളുന്നതിന് മുമ്പ് മലയാളം സംസാരിക്കുന്ന നാടുകൾ എന്ന് പറയുന്നത് പ്രധാനമായും 3 പ്രദേശങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഒരു തിരുവിതാംകൂർ, അതൊരു നാട്ടുരാജ്യമാണ്. നമ്മൾ മാർത്താണ്ഡവർമ്മ ഒക്കെ ഭരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഇതൊരു പ്രധാനപ്പെട്ട മലയാളം സംസാരിക്കുന്ന ആളുകളുടെ ഒരു രാജ്യം തന്നെയാണത്. രണ്ടാമത് കൊച്ചി രാജ്യം, അതും ഒരു സ്വതന്ത്രമായ നാട്ടുരാജ്യമായിരുന്നു. അവിടെയും രാജാക്കന്മാരുണ്ടായിരുന്നു. പിന്നെ മൂന്നാമതുള്ള ഭാഗത്തെയാണ് മലബാർ എന്ന് നമ്മൾ പറയുക. അതായത് ഇന്ന് നമ്മൾ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പറയുന്ന ഈ ഒരു മലബാർ ഉണ്ടല്ലോ, ഈ മലബാർ പ്രദേശങ്ങൾ മറ്റൊരു സ്വതന്ത്രമായ ഒരു ഭാഗമായിരുന്നു. ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ് ഈ മലബാർ പ്രദേശത്തും ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, കോഴിക്കോട് സാമൂതിരി ഉണ്ടായിരുന്നു, അങ്ങനെ വേറെയും ഒരുപാട് വള്ളുവനാട് ഉണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നത് മുതൽ ഈ ഞാൻ പറഞ്ഞ ഈ മലബാർ പ്രദേശങ്ങൾ, ബ്രിട്ടീഷുകാർ ഇവിടെ കടന്നു വരുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിന് കീഴിലാണ് ഈ മലബാർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ മലബാർ പ്രദേശം അധികാരം കൈയടക്കും. അന്ന് മുതൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചത് മുതൽ മലബാർ പ്രദേശം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. അത് അവരുടെ തന്നെ ഒരു സംസ്ഥാനമാണ് മദ്രാസ് സംസ്ഥാനം. ഇന്നത്തെ ചെന്നൈ, മദ്രാശി എന്നൊക്കെ പറയുന്ന ആ സംസ്ഥാനത്തിന് കീഴിലുള്ള ഒരു ജില്ലയാണ് ഞാൻ ഈ പറയുന്ന മലബാറിലെ ഈ 6 ജില്ലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് കേരളമില്ല, കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടായിട്ടില്ല. നമ്മൾ ഏറെക്കുറെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായുള്ള പ്രദേശമായിരുന്നു മലബാർ എന്ന് പറയുന്ന പ്രദേശമുണ്ടായത്. അങ്ങനെ 1956 47 സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റുകൾ ഉണ്ടാവണമെന്ന് തീരുമാനം വരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലും അങ്ങനെ തീരുമാനമില്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷവും നമ്മുടെ ഈ മലബാർ പ്രദേശങ്ങൾ, ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഈ 6 ജില്ലകൾ മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നിയമസഭ ഇലക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി നിയമസഭയിലേക്ക് മത്സരിക്കുകയും ഇവിടുന്ന് MLA ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനു മുമ്പ് കേരളമില്ല എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. പക്ഷേ ചരിത്രത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ മദ്രാസിൻ്റെ ഭാഗമായുള്ള ഈ മലബാർ ജില്ലകൾ കേരളത്തിൻ്റെ ഭാഗമാകുന്നതിന് മുമ്പ് തന്നെ തെക്ക് ഭാഗത്തുള്ള തിരുവിതാംകൂറും കൊച്ചിയും, 2 നാട്ടുരാജ്യങ്ങളായിരുന്നു പറഞ്ഞല്ലോ, അവർ ലയിച്ച് ഒന്നാവുന്നുണ്ട്. അത് 1949 തന്നെ സംഭവിക്കുന്നത്. 49 ജൂലൈ 1 തിരുകൊച്ചി എന്ന് പറയുന്നൊരു സംസ്ഥാനം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും തിരുവിതാംകൂർ എന്നൊരു നാട്ടുരാജ്യവും കൊച്ചി എന്ന നാട്ടുരാജ്യവും ഒന്നായി ഒരു രാജ്യമായി മാറുമ്പോഴേ അവർക്കിടയിൽ ചില കരാറുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഭരണകൂട ആസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഭരണകൂട സ്ഥാപനങ്ങളെല്ലാം കൊച്ചിക്കുള്ളത് കൊച്ചിയും തിരുവനന്തപുരമുള്ള പരസ്പരം പങ്കിട്ടെടുക്കുക എന്നൊരു കരാർ രൂപം കൊള്ളുന്നുണ്ട്. ഈ കരാർ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുണ്ടാകുന്ന ഒരു കരാറാണ് ഈ പുതിയ സംസ്ഥാനത്തിൻ്റെ, തിരുകൊച്ചി എന്ന പുതിയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമായിരിക്കും. അവിടെ ആയിരിക്കും ഭരണകൂട ആസ്ഥാനമായ സെക്രട്ടേറിയറ്റ് ഉണ്ടാവുക. അപ്പോൾ പകരം നേരത്തെ തിരുവിതാംകൂറിനൊരു ഹൈക്കോടതി ഉണ്ടായിരുന്നു, കൊച്ചിക്കൊരു ഹൈക്കോടതി ഉണ്ടായിരുന്നു. പകരം എന്ത് ചെയ്തു, തിരുവിതാംകൂറിലെ ഹൈക്കോടതി പിരിച്ചുവിട്ടു. എന്നിട്ട് കൊച്ചിയിലുള്ള ഹൈക്കോടതിയെ തിരുകൊച്ചിയുടെ
ഹൈക്കോടതിയാക്കി മാറ്റി. അപ്പോൾ ഹൈക്കോടതി കൊച്ചിയിൽ തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ആസ്ഥാനവും തലസ്ഥാനവും ഒക്കെ ആക്കി. എന്ന് മാത്രമല്ല തിരുവിതാംകൂറിലുണ്ടായിരുന്ന അന്നത്തെ രാജാവിനെ രാജ്യപ്രമുഖമെന്നും കൊച്ചിയിലെ രാജാവിനെ പ്രമുഖമെന്നും ഒക്കെ ഇങ്ങനെ എല്ലാം പങ്കിട്ടെടുക്കുന്നുണ്ട്. ഇത് 1949 സംഭവിക്കുന്നത്. പിന്നീടാണ് ഞാൻ പറഞ്ഞ 56 ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ഭാഷകൾ സംസാരിക്കുന്ന ഭാഷയും സംസ്കാരമുള്ളവർ ഒരേ ഭാഷയും സംസ്കാരമുള്ളവർ ഒരു സ്റ്റേറ്റ് ആകാമെന്ന് തീരുമാനമെടുക്കുന്നത് 1956. അപ്പോൾ ഇനി ബാക്കിയുള്ളത് മലബാർ മാത്രമാണ്. അപ്പോൾ ഈ മലബാറിനെ കേരളം എന്ന് പേരിട്ട് ഒന്നാകുമ്പോൾ മലബാറിനെ ഈ തിരുക്കൊച്ചിയിലേക്ക് ലയിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ തിരുക്കൊച്ചിയിലേക്ക് ലയിപ്പിക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ തന്നെ തിരുവിതാംകൂറും കൊച്ചിയും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനം എന്നുള്ളത്, തലസ്ഥാനം എന്നുള്ളത് തിരുവനന്തപുരം എന്നുള്ളത്. പിന്നെ അതിൽ പരാതിയോ ബാർഗെയിനിങ്ങോ നടത്തേണ്ടിയിരുന്ന മലബാറിലെ ആളുകളായിരുന്നു. പക്ഷേ മലബാറിൽ അങ്ങനെ ഒരു ബാർഗെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ബ്രിട്ടീഷുകാർക്ക് കീഴിലുള്ള പ്രദേശമായിരുന്നു. നമ്മൾ അങ്ങോട്ട് ലയിക്കുകയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തലസ്ഥാനമായിട്ട് തിരുവനന്തപുരം, ഹൈക്കോടതി ആസ്ഥാനമായിട്ട് കൊച്ചി, മലബാറിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാതെ ഭാഷാടിസ്ഥാനത്തിൽ അങ്ങോട്ട് ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് 1956 നമ്മുടെ ഒരു ജില്ലകളുടെ അടുത്ത് മൊത്തം കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ട് തിരുവനന്തപുരം വരുന്നത്. അതൊരിക്കലും മലബാറുകാരുടെ അംഗീകാരത്തോടു കൂടിയോ അനുവാദത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇഷ്ടപ്രകാരമോ ആയിരുന്നില്ല. ചരിത്രപരമായി അതിനു മുമ്പ് തന്നെ തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ ഒന്നായിരുന്നു. നമുക്ക് എല്ലാ അർത്ഥത്തിലും അത് നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. ആ നഷ്ടങ്ങളുടെ തുടർച്ചയാണ് വർത്തമാനത്തിൽ നമ്മുടെ എല്ലാവിധ വികസന വിവേചനങ്ങളുടെയും കാരണങ്ങളിൽ പ്രധാന കാരണങ്ങളിലൊന്നും. അപ്പോൾ 1949 രൂപം കൊണ്ട ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിലേക്ക് മലബാറിനെ ലയിപ്പിച്ചുകൊണ്ടാണല്ലോ കേരളം എന്ന സംസ്ഥാനം രൂപപ്പെടുന്നതാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ കാലത്ത് കേരളത്തിൽ എത്ര ജില്ലകളുണ്ടായിരുന്നു? അതേപോലെ തന്നെ മലപ്പുറം ജില്ല ആ സമയത്തുണ്ടായിരുന്നോ? മലപ്പുറം ജില്ല എപ്പോഴാണ് രൂപീകരിക്കുന്നത്? അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഐക്യ കേരളം 1956 രൂപപ്പെടുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, ഈ 4 ജില്ലകളും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വലിയ ഇന്നത്തെ 6 ജില്ലകൾ ഉൾപ്പെടുന്ന വലിയൊരു മലബാർ ജില്ലയും ഉണ്ട്. ഇങ്ങനെ 5 ജില്ലകൾ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടാവുകയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ സ്റ്റേറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം എല്ലായിടത്തും ഇങ്ങനെ കുറഞ്ഞ ജില്ലകൾ കൊണ്ടാണ് ആരംഭിക്കുക. പിന്നീട് അത് ആവശ്യാനുസരണം വികസിപ്പിക്കാൻ ചെയ്ത്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി മലബാർ വലിയൊരു പ്രദേശമാണ്, വലിയൊരു ജില്ലയാണ്, അവയെ വിഭജിച്ചേ പറ്റൂ. അങ്ങനെ മലബാർ ജില്ലയെ 3 വിഭജിക്കും. 1957 തന്നെ. 56 സ്റ്റേറ്റ് നിലവിൽ വന്നത്. 57 വീണ്ടും മലബാർ ജില്ലയെ 3 വിഭജിക്കും. പാലക്കാട് ജില്ല, കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല. അപ്പോൾ ഇങ്ങനെയാണ് ജില്ലകൾ രൂപപ്പെട്ടു തുടങ്ങുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ ഈ മലപ്പുറം പ്രദേശങ്ങൾ അന്ന് ഒരു ഭാഗം പാലക്കാട് ജില്ലയുടെ ഭാഗമാണ്, മറുഭാഗം കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്. ഓൾറെഡി കോഴിക്കോടും പാലക്കാടും എന്ന് പറയുന്നത് തന്നെ വലിയ ജില്ലകളാണ്. അപ്പോൾ ഈ ജില്ലയിലെ വികസനം, ഈ ജില്ലയുടെ അതിൻ്റെ സാരഥികൾ കളക്ടറാവാം, മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാരാവാം, അവർ ഈ മലപ്പുറത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായ സാഹസമായിരുന്നു. പാലക്കാടിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് എത്തുക. അതുപോലെ കോഴിക്കോട് ജില്ലേൻ്റെ കളക്ടറും മറ്റു ഉത്തരവാദപ്പെട്ടവരും ഇങ്ങോട്ടെത്തുക എന്ന് പറയുന്നതും പ്രയാസമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിനും ഇടയിൽപ്പെട്ട ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങൾ നേരത്തെ തന്നെ വികസനം കുറഞ്ഞ പ്രദേശമായിരുന്നു. ഈ ജില്ലാ ആസ്ഥാനത്തു നിന്നുള്ള ദൂരം ഉണ്ടായപ്പോൾ സ്വാഭാവികമായി ഇവ വീണ്ടും വികസന മേഖലയിൽ പുറന്തള്ളപ്പെട്ടു പോവുകയും അവികസിതമായി തുടരുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ ജില്ല, ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നൊരാവശ്യം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ് നിലവിൽ വന്ന മുതലേ ഉണ്ടായിരുന്നു. അത് പക്ഷേ അതിങ്ങനെ കുറേ 60കൾക്ക് ശേഷമാണ് അത് വളരെ വലിയൊരു ആവശ്യമായി ഉയർന്നു വരികയും അങ്ങനെ 1969 ആണ് മലപ്പുറം ജില്ല ഉണ്ടാകുന്നത്. അപ്പം ആ മലപ്പുറം ജില്ല ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി താലൂക്ക്, പെരിന്തൽമണ്ണ താലൂക്ക്, അത് പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്നു. ഈ 2 താലൂക്കുകളും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന തിരൂർ താലൂക്ക്, ഇന്നത്തെ ഏറനാട് താലൂക്ക്, ഈ 4 താലൂക്കുകളെയും ചേർത്തെടുത്തിട്ട് ഈ പ്രദേശത്തിൻ്റെ വികസനം മാത്രം പരിഗണിച്ചുകൊണ്ട്, മുന്നോട്ട് പോക്കും പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് 1969 മലപ്പുറം എന്നൊരു പുതിയ ജില്ല ഉണ്ടാകുന്നത്. മലപ്പുറം രൂപീകരിക്കുന്നതിന് മുമ്പ് വീണ്ടും 2 ജില്ലകൾ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിലെ 10ാമത്തെ ജില്ല മാത്രമാണ്. സ്വാഭാവികമായും മലപ്പുറം ജില്ലയ്ക്ക് ശേഷവും 4 ജില്ലകൾ
പുതിയ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചൊരു പശ്ചാത്തലം. വികസനം മുൻനിർത്തി മാത്രമാണ് മലപ്പുറം ജില്ല എന്നൊരു കൺസെപ്റ്റിനെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുകയും അത് സംസ്ഥാനം അംഗീകരിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ മലപ്പുറം ജില്ലേൻ്റെ രൂപീകരണ പശ്ചാത്തലം മനസ്സിലായി. അപ്പോൾ ഈ മലപ്പുറം ജില്ല ആരാണ് രൂപീകരിച്ചത് എന്നതിൽ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ കേൾക്കാറുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, പൂർണ്ണമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്, മറ്റാർക്കും അതിൽ പങ്കില്ല എന്നുള്ളൊരു വാദം കേൾക്കാറുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? അത് അന്നത്തെ ഒരു രാഷ്ട്രീയ മുന്നണികളുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ മുന്നണി അന്ന് കേരളത്തിൽ രൂപം കൊണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന UDF, LDF എന്ന മുന്നണികൾ രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭമാണ് 1969 എന്ന് പറയുന്നത്. 1969 ഭരണം നടത്തുന്നത് ശരിയാണ്. EMS നമ്പൂതിരിപ്പാടാണ് അന്നത്തെ മുഖ്യമന്ത്രി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഭരണകൂടത്തിലൊരു മുഖ്യ കക്ഷിയാണ്. ആ അർത്ഥത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും EMSുമാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചെന്ന് പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയുമാണല്ലോ എന്ന് തോന്നും. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമായി ഉണ്ടായിരുന്ന ഒരു മുന്നണിയായിരുന്നില്ല. സപ്തകക്ഷി മുന്നണി എന്നാണ് അക്കാലഘട്ടത്തെ മുന്നണി അറിയപ്പെട്ടത് തന്നെ. സപ്തകക്ഷി എന്ന ഏഴ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കൂടിച്ചേർന്ന ഒരു മുന്നണിയായിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. ഇന്ന് UDFൻ്റെ ഭാഗമായിരുന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗ് അന്ന് ഈ സപ്തകക്ഷി മുന്നണിയിൽ EMS സർക്കാരിൻ്റെ കൂടെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്നല്ല, മുസ്ലിം ലീഗാണ് മലപ്പുറത്ത് പ്രാദേശികമായി മലപ്പുറം ജില്ല എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും അതൊരു ക്യാമ്പയിനായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് കൂടിയും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി എന്ന നിലയിലാണ് അത് EMS സർക്കാർ അംഗീകരിച്ചത്. മുസ്ലിം ലീഗ് തന്നെയാണ് അടുത്ത മുന്നോട്ട്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഇന്നത്തെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പോലും അന്ന് ഈ സപ്തകക്ഷി മുന്നണിയുടെ ഒപ്പമുണ്ട്. അപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ഒരൊറ്റ വാക്ക് എന്ന് പറയുന്നത് ശരിയല്ല. ഒരു സപ്തകക്ഷി മുന്നണിയാണ് അത് രൂപീകരിച്ചത്. അതിൽ മുസ്ലിം ലീഗിന് നിർണായക പങ്കുണ്ട്. സ്വാഭാവികമായും EMS സർക്കാരും ഇടതുപക്ഷത്തിനും അതിൽ പങ്കുണ്ട്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ രൂപീകരിച്ചു എന്ന് പറയുന്ന വീരവാദത്തിനപ്പുറം ഇവിടെ ഒരു ജില്ല രൂപീകരിക്കേണ്ട അനിവാര്യത ഉണ്ടായിരുന്നു. കാരണം സ്റ്റേറ്റിൻ്റെ വികസനങ്ങൾ, ക്ഷേമ പദ്ധതികളൊക്കെ ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് പ്രയാസകരമായിരുന്നു. ഭരണ സംവിധാനങ്ങളിൽ ഇങ്ങോട്ട് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. ഈ യാഥാർത്ഥ്യം, ഈ ഒരു അനുഭവം ഈ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മുസ്ലിം ലീഗും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉൾക്കൊള്ളുകയും അതിന് സംസ്ഥാന സർക്കാരിന് മുമ്പ് വെക്കുകയും സംസ്ഥാന സർക്കാരുകൾ അത് അംഗീകരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംഭാവന എന്നതിലേക്ക് ചുരുക്കാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ വികസനത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരു മലപ്പുറം വികസനം ഇങ്ങോട്ട് എത്തുവാൻ വേണ്ടി വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് വികസനം വളരെ സുതാര്യമായിട്ട് തന്നെ ഈ ഭാഗത്തേക്ക്, ഈ പ്രദേശത്തേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, ലക്ഷ്യത്തോടു കൂടിയാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. വർത്തമാനകാലം ആലോചിച്ച് നോക്കുമ്പോൾ ആ ലക്ഷ്യം യഥാർത്ഥത്തിൽ സഫലീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ലക്ഷ്യം പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടോ? ഒട്ടും വികസനമെത്താത്ത ഒരു പ്രദേശമായിരുന്നു നേരത്തെ മലപ്പുറം ജില്ല എന്നൊക്കെ പറയുന്നത്. പാലക്കാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഭാഗമായിരുന്ന 4 താലൂക്കുകൾ: പെരിന്തൽമണ്ണ താലൂക്ക്, പൊന്നാനി താലൂക്ക്, ഏറനാട് താലൂക്ക്, തിരൂർ താലൂക്ക്. അതങ്ങനെ തന്നെയാണോ ഇന്നെന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ കൂടി മുന്നേറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒട്ടും വികസനമെത്താത്ത ഒരു പ്രദേശങ്ങളിൽ ഒട്ടേറെ വികസനങ്ങൾ പുതിയ ജില്ല വഴി ഉണ്ടായിട്ടുണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റു ചർച്ചകളിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതേസമയം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ജനസംഖ്യാനുപാതികമായി വികസനം എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓരോ സ്ഥലത്തുമുള്ള അവസാന പൗരനും, ഓരോ സാധാരണക്കാരനും സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും എത്തണം. അങ്ങനെ മലപ്പുറം ജില്ലയ്ക്ക് ജനസംഖ്യാനുപാതികമായ വികസനം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വികസനത്തിൻ്റെ എല്ലാ മേഖലയും പരിശോധിക്കുമ്പോൾ എത്തിയിട്ടില്ല എന്നതാണ് വർത്തമാന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ജില്ല രൂപീകരിക്കുക വഴി നമുക്ക് കുറേ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നേടിയെടുക്കേണ്ടതും ലഭ്യമാവേണ്ടതുമായ വികസനങ്ങൾ സ്റ്റേറ്റ് നമുക്ക് തന്നിട്ടില്ല. പലതര വിവേചനങ്ങളും സ്റ്റേറ്റ് നമ്മൾ പുലർത്തിയിട്ടുണ്ട്. അതിന് സ്റ്റേറ്റിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരവും കൊച്ചിയും കേന്ദ്രീകരിച്ചതായതിനാൽ ഈ മലബാർ പ്രദേശങ്ങൾ, പഴയ മലബാർ പ്രദേശങ്ങൾ മുഴുവൻ വികസന വിഷയങ്ങൾ അവഗണന നേരിട്ടിട്ടുണ്ട്, വിവേചനം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് കേരളം മൊത്തം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യവും. ഒരു പതിറ്റാണ്ടായിട്ട് കേരളീയ വികസന
ചർച്ചകളിൽ തന്നെ മുഴങ്ങിക്കേൾക്കുന്നൊരു വിഷയവുമാണ്. അത് ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കതിൻ്റെ വികസന വിവേചനം മനസ്സിലാവുകയും ചെയ്യും. മലപ്പുറവും ആ വികസന വിവേചനത്തിൻ്റെ ഒരു ഇരയാണ് എന്നാണ് ശരി. അപ്പോൾ പറഞ്ഞു വന്നത് മലപ്പുറം ജില്ലയുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള വികസനം നമ്മുടെ ജില്ലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് എത്രയായിരുന്നു മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ എന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ മലപ്പുറം ജില്ലയുടെ ജനസംഖ്യയും മറ്റു ജില്ലകളുടെ ജനസംഖ്യയും ഒന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ വികസനത്തിൻ്റെ ഈ വിവേചനത്തിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതെങ്ങനെയായിരുന്നു? മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് 1969 നമ്മൾ പറഞ്ഞു. അന്ന് മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 14 ലക്ഷം ആണ്. അപ്പോൾ 14 ലക്ഷം ജനങ്ങൾക്ക് ഒരു ജില്ല, 14 ലക്ഷം ജനങ്ങൾക്ക് ഒരു ജില്ലാ കളക്ടർ, മറ്റു ജില്ലാ സംവിധാനങ്ങളെല്ലാം ഒരുപാട് ജില്ലാ സംവിധാനങ്ങൾ കാണാം. ഇതെല്ലാം 14 ലക്ഷം ജനങ്ങൾക്ക് എന്ന അർത്ഥത്തിലാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടത്. സ്വാഭാവികമായി അതിന് തുടക്കകാലത്ത് അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2011 സെൻസസ് ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഔദ്യോഗികമായൊരു ജനസംഖ്യ എന്നുള്ള കണക്കുള്ളത്. 2011 സെൻസസ് അനുസരിച്ച് മലപ്പുറം ജില്ലയിൽ 41 ലക്ഷം ജനങ്ങളുണ്ട്. അതായത് 14 ലക്ഷത്തിൽ നിന്ന് തുടങ്ങിയിട്ട് 41 ലക്ഷത്തിലേക്ക് നമ്മളെത്തി. 3 മടങ്ങോ 4 മടങ്ങോ ഒക്കെ വർദ്ധിച്ചു. ഇത് 2011 കണക്കാണ്. 14 വർഷം കഴിഞ്ഞ് 2025 നമ്മളുള്ളത്. അപ്പോൾ 2011 സെൻസസിൻ്റെ കണക്കനുസരിച്ചിട്ട് ഓരോ വർഷവും മലപ്പുറം ജില്ലയിലുണ്ടാകുന്ന ജനസംഖ്യാ വർധനവിൻ്റെ ഒരു ശതമാനം, വർധന നിരക്കുന്നതിന് ശതമാനം പറയുന്നുണ്ട്. അത് 13%. 13% ജനസംഖ്യാ വർധനവ് മലപ്പുറം ജില്ലയിൽ ഓരോ വർഷം ഉണ്ടാവും. ഇത് കണക്കനുസരിച്ച് നമ്മൾ 2025 കണക്ക് ഇങ്ങനെ ഒരു അനുമാനം വരികയാണെങ്കിൽ സെൻസസ് നടക്കാൻ പോകുന്നുണ്ട് അടുത്ത വർഷം. 45 ലക്ഷം മുതൽ 50 ലക്ഷം വരെ, 50 ലക്ഷം തന്നെ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോ ജനസംഖ്യ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ടാകും. അപ്പോൾ 50 ലക്ഷം ജനങ്ങൾക്കാണ് ഇപ്പോൾ ഒരു കളക്ടറേറ്റ് ജില്ലാ സംവിധാനങ്ങൾക്കുള്ളത്. ഇത് സ്വാഭാവികമായും ഇത്തരം ജനങ്ങളിലേക്ക് വികസനങ്ങളോ സ്റ്റേറ്റിൻ്റെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ ക്ഷേമ പദ്ധതികളോ എത്തിക്കാൻ സാധിക്കില്ല എന്നാണ്. മറ്റു ജില്ലകളിലെ ജനസംഖ്യ കൂടി ചേർത്ത് വെച്ച് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത നമുക്കറിയാം. ഇന്ത്യയിൽ എന്ന രാജ്യത്ത് തന്നെ മലപ്പുറം ജില്ലയേക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള 8 സംസ്ഥാനങ്ങളുണ്ട്. നമുക്ക് സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട്, ഒട്ടേറെ മന്ത്രിമാരുണ്ട്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാമുള്ള ഒരു ഭരണകൂട സംവിധാനം ഇന്ത്യയിൽ മലപ്പുറം ജില്ലയേക്കാൾ ജനസംഖ്യ കുറഞ്ഞ 8 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ത്രിപുരയിൽ 37 ലക്ഷമാണ് ജനസംഖ്യ, മേഘാലയയിൽ 30 ലക്ഷം, മണിപ്പൂരിൽ 28 ലക്ഷമാണ് ജനസംഖ്യ, നാഗാലാൻഡിൽ 20 ലക്ഷം, ഗോവയിൽ 15 ലക്ഷം, അരുണാചൽ പ്രദേശിൽ 14 ലക്ഷം, മിസോറാമിൽ 11 ലക്ഷം. ഇങ്ങനെ ഈ സിക്കിമിൽ വെറും 6 ലക്ഷം. ഇതൊക്കെയാണ് സ്റ്റേറ്റിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാ ഭരണകൂട സംവിധാനങ്ങളും ഇത്രയും ജനസംഖ്യയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഓരോ പൗരനും വികസനത്തിന് ക്ഷേമപദ്ധതികളൊക്കെ എത്തും. എന്നാൽ മലപ്പുറത്ത് 50 ലക്ഷം ജനസംഖ്യ ഉണ്ടായിട്ടും നമ്മൾ ഒരു ജില്ലയായിട്ടാണുള്ളത്. ഇനി ഇന്ത്യയിൽ തന്നെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ മലപ്പുറം ജില്ലയേക്കാൾ ജനസംഖ്യ കുറഞ്ഞതുണ്ട്. ഇപ്പം നമുക്കെന്നറിയാം, ചില രാജ്യങ്ങളെന്ന് പറയുന്നപ്പോൾ ഇപ്പോൾ നമ്മൾ ഖത്തർ എടുത്താലും GCCയിലെ മിക്ക രാഷ്ട്രങ്ങളും, ഖത്തറായാലും കുവൈത്തായാലും ബഹ്റൈനായാലും ഒക്കെ ജനസംഖ്യ എന്ന് പറയുന്നത് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയേക്കാൾ ചെറിയ ജനസംഖ്യയാണുള്ളത്. അപ്പോൾ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രാഥമിക യൂണിറ്റാണ് ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണം? പുതിയ ജില്ലകൾ ആ പ്രദേശങ്ങൾ രൂപപ്പെടണം. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞു, കേരളം എന്നൊരു സംസ്ഥാനം രൂപപ്പെടുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. വികസനം അതിൻ്റെ നീതിപൂർവമായ വിതരണത്തിന് വേണ്ടിയാണ് പിന്നെ 14 ജില്ലകൾ ഉണ്ടായത്. പക്ഷെ 14 ജില്ലകൾ ഉണ്ടായി നമ്മളവിടെ സ്തംഭിച്ചു നിന്നു. ജനസംഖ്യ വർദ്ധിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നിയമസഭാ മണ്ഡലം 127 നിയമസഭാ മണ്ഡലമായിരുന്നു നമുക്ക് 1957 ആദ്യം ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 140 അതുപോലെ 19 ലോകസഭാ മണ്ഡലം ഉണ്ടായത്, നമ്മൾ 20 ലോകസഭാ മണ്ഡലം ഉണ്ടായി. ഇതൊക്കെ ജനസംഖ്യ അടിസ്ഥാനത്തിലും അതുപോലെ ജിയോഗ്രഫി കൂടിയും പരിഗണിച്ചുണ്ടായതാണ്. ഇതെല്ലാം പരിഗണിച്ച് കേരളത്തിൽ ഇനിയും പുതിയ ജില്ലകൾ ഉണ്ടാവണം. നമുക്ക് നമ്മുടെ തന്നെ കേരളത്തിലെ മറ്റു ജില്ലകൾ എടുത്ത് പരിശോധിക്കുക. പത്തനംതിട്ട ജില്ലയിൽ 12 ലക്ഷമാണ് ജനസംഖ്യ, ഇടുക്കി 11 ലക്ഷമാണ് ജനസംഖ്യ, കോട്ടയത്ത് 20 ലക്ഷം. ഈ 3 ജില്ലകൾ ഞാൻ പറഞ്ഞ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ഈ 3 ജില്ലകളുടെയും മൊത്തം ജനസംഖ്യ എടുത്തിയാൽ 43 ലക്ഷമുള്ളത്. മലപ്പുറത്തുള്ള ഒരു ജനസംഖ്യ
യുടെ അത്ര പോലും ഈ 3 ജില്ലകൾക്കില്ല. എന്നാലോ പത്തനംതിട്ട ജില്ലയിൽ 12 ലക്ഷത്തിന് 12 ലക്ഷം ജനങ്ങൾക്ക് ഒരു കളക്ടറും ജില്ലാ സംവിധാനങ്ങളും വർക്ക് ചെയ്യുന്നു. പലപ്പോഴും ഈ സ്റ്റേറ്റിൻ്റെ വികസന പദ്ധതികളും വിഭവങ്ങളും പല പ്രൊജക്റ്റുകളുമൊക്കെ വിഭജിച്ച് കൊടുക്കുക ജില്ലാ ബേസിലാക്കാരം. ഒരു ജില്ലക്ക് എത്രയെന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പല പദ്ധതികൾ, എല്ലാ പദ്ധതികളുമല്ല, ചില പദ്ധതികൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. അപ്പം 12 ലക്ഷം ജനസംഖ്യയുള്ള പത്തനംതിട്ടയ്ക്ക് ലഭിക്കുന്ന ഒരു വികസനത്തിൻ്റെ ഫണ്ടും മലപ്പുറം ജില്ലയ്ക്ക് 45 ലക്ഷമുള്ള മലപ്പുറം ജില്ലയ്ക്ക് ജനിക്കുന്ന ഒന്നായിരിക്കും. ഇത് തന്നെ അനീതിയാണ്, ഇത് തന്നെ വിവേചനമാണ്. കാരണം ഓരോ പൗരനും സ്റ്റേറ്റിൻ്റെ വികസന വിഭവങ്ങൾ എത്തേണ്ടുമ്പോൾ 45 ലക്ഷത്തിലുള്ള ജനസംഖ്യയുള്ള മലപ്പുറത്തിന് ലഭിക്കുന്ന ഒരു വിഭവത്തിൻ്റെ ഓഹരി തന്നെയാണ് 12 ലക്ഷമുള്ള പത്തനംതിട്ടയ്ക്ക് ലഭിക്കുന്നത്, 11 ലക്ഷമുള്ള ഇടുക്കിക്കും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് പുതിയൊരു ജില്ല രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടില്ല എങ്കിൽ മലപ്പുറം ജില്ലയിലെ ഈ 45 ലക്ഷം ജനങ്ങളോട് പുലർത്തുന്ന സ്റ്റേറ്റ് ഭരണകൂടം പുലർത്തുന്ന ഒരു അനീതി, ഒരു വിവേചനം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. പുതിയ ഭരണകൂട സംവിധാനങ്ങൾ ഉണ്ടാകണം, പുതിയ ജില്ലകൾ ഉണ്ടാകണം, പുതിയ താലൂക്കുകൾ ഉണ്ടാകണം. അപ്പോഴാണ് സ്റ്റേറ്റിൻ്റെ വികസനങ്ങൾ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കും നീതിപൂർവമായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് വികസനം എത്തുന്നില്ല എന്നുള്ളതാണല്ലോ നിങ്ങൾ പറഞ്ഞപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ അതിൽ നമ്മൾ വികസനങ്ങളുടെയൊക്കെ ഒരു വിതരണത്തിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അതൊന്ന് വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ താലൂക്ക് ഓഫീസുകളൊക്കെയാണല്ലോ. അപ്പോൾ ഈ താലൂക്ക് ഓഫീസുകളുടെയും വില്ലേജ് ഓഫീസുകളുടെയും ഒക്കെ എണ്ണവും മറ്റും മലപ്പുറം ജില്ലയും മറ്റു ജില്ലകളും തമ്മിലുള്ള ഒരു താരതമ്യം പറഞ്ഞാൽ അതിൻ്റെ എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഭയാനകത, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് അതിൻ്റെ പ്രയാസം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതെങ്ങനെയാണുള്ളത്? ഈ കേന്ദ്ര ഭരണകൂടമാവട്ടെ സംസ്ഥാന ഭരണകൂടമാവട്ടെ ഇവയുടെ ക്ഷേമ പദ്ധതികൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊജക്റ്റുകൾ ഇതെല്ലാം നടപ്പാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് കളക്ടർ, ജില്ലാ കളക്ടറിൻ്റെ വേദിയിൽ, 2 റവന്യൂ സംവിധാനങ്ങൾ, റവന്യൂ ഓഫീസുകൾ, അതിൽ തന്നെ പ്രധാനമായിട്ടും താലൂക്ക് ഓഫീസുകളും വില്ലേജ് ഓഫീസുകളും വഴിയാണ് ഈ വികസനം ജനങ്ങളിലേക്ക് എത്തുന്നത്. പൗരനിലേക്ക് വികസനം ഇറങ്ങി പറഞ്ഞല്ലോ. കേന്ദ്ര സർക്കാർ അവിടുന്ന് തീരുമാനിക്കുന്ന വലിയ പ്രൊജക്റ്റ് അതിങ്ങനെ താഴെ തട്ടിൽ വന്ന് താഴെ തട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത് താലൂക്കും വില്ലേജ് ഓഫീസ് സംവിധാനങ്ങളും വഴിയാണ്. ഇത് എങ്ങനെയാണ് മലപ്പുറത്ത് വലിയ പ്രശ്നമാവുന്നത് എന്നത് ഈ ജനസംഖ്യ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 12 ലക്ഷമാണ് നമ്മൾ പത്തനംതിട്ടയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞു. പത്തനംതിട്ടയിൽ 6 താലൂക്കുകളുണ്ട്, 6 താലൂക്ക് ഓഫീസുകളുണ്ട്, താലൂക്ക് ഓഫീസിൻ്റെ വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ജനസംഖ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ലക്ഷം ജനങ്ങൾക്ക് ഒരു താലൂക്ക് ഓഫീസ്, 2 ലക്ഷം ജനങ്ങൾക്ക് ഒരു താലൂക്ക് ഓഫീസിന് സേവനം ലഭിക്കും. അത് തന്നെ മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്ത് 7 താലൂക്കുകളാണ് ഇപ്പോഴുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ 6 ലക്ഷം പേർക്കാണ് ഒരു താലൂക്ക് സംവിധാനമുള്ളത്. അപ്പം ഒരു താലൂക്ക് സംവിധാനം 6 ലക്ഷം പേർക്ക് അതിൻ്റെ പ്രൊജക്റ്റുകൾ ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് കൊടുക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ജില്ലയിൽ വെറും 2 ലക്ഷം പേർക്കും. അപ്പോൾ ഏതാണ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുക? സ്വാഭാവികമായും പത്തനംതിട്ടയിലെ താലൂക്കുകളാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുക. കാരണം അവർക്ക് 2 ലക്ഷം ജനങ്ങളിലേക്ക് എത്തിയാൽ മതി. ഈ മലപ്പുറത്ത് വരുമ്പോൾ അത് 7 ലക്ഷം പേരിലേക്ക് എത്തണം. ഇത് ഓരോ താലൂക്കിലുമുള്ള ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ മതി എത്ര ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത്. അതും ഭീകരമായ അന്തരം കാണും. അപ്പോൾ ഉദാഹരണം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്ക്, അത് അവിടുത്തെ പ്രധാന താലൂക്കാണ്. അവിടുത്തെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് 1,34,219. അതായത് ഏകദേശം 1.5 ലക്ഷം ജനങ്ങൾക്കാണ് ആ ഒരു താലൂക്ക് സംവിധാനം ഉള്ളത്. എന്നാൽ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്ക് 9,28,672. അത് 9.5 ലക്ഷം ആളുകൾക്കാണ് ഈ തിരൂർ താലൂക്കിൽ നിന്നുള്ള സേവനങ്ങൾ പോകേണ്ടത്. സ്വാഭാവികമായി എന്താ സംഭവിക്കുക നമുക്കറിയാലോ. അത്തരം സ്തംഭനാവസ്ഥ മലപ്പുറം ജില്ലയിലുണ്ട്. വികസനത്തിൻ്റെ ക്ഷേമ പദ്ധതികൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഒന്ന് എത്തിയാൽ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ചെറിയൊരു പങ്കിലേക്ക് അത് ചുരുങ്ങിപ്പോകുന്നു. അത് ഈ ജില്ലയിലെ ജനങ്ങളെ അപേക്ഷിച്ചോളം അവർ നേരിടുന്നൊരു വിവേചനമാണ്. കൂടുതൽ താലൂക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായിട്ടും കൂടുതൽ നല്ല രീതിയിലും എത്തുമായിരുന്നു. ഇത് താലൂക്കിൻ്റെ അവസ്ഥയാണ്. ഇനി വില്ലേജ് നോക്കുക. നമുക്ക് 31 ലക്ഷമാണ് തൃശ്ശൂർ ജില്ലയിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. മലപ്പുറത്ത് നമുക്കറിയാം 45-50 ലക്ഷം വരെ ആയിട്ടുണ്ടാവും. തൃശ്ശൂർ 31 ലക്ഷമേ ഉള്ളൂ. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ 255 വില്ലേജ് ഉണ്ട്. 255 വില്ലേജുകൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. എന്നാൽ 45 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ 138
വില്ലേജുകളുള്ളൂ. നമുക്ക് ഈ അന്തരം, കാരണം പിന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സംവിധാനമാണ് വില്ലേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയാവട്ടെ, നമ്മുടെ നികുതികളാവട്ടെ, ഇങ്ങോട്ട് കിട്ടുന്ന പലതരം സർക്കാരിൻ്റെ പദ്ധതികളാവട്ടെ, എല്ലാം ലഭിക്കുക വില്ലേജ് വഴിയാണ്. ഏറ്റവും ഒരു നാടിൻ്റെ അടിസ്ഥാന ഒരു ഓഫീസ് എന്ന് പറയുന്നതാണ് വില്ലേജ് സംവിധാനം. അത് വെറും 138 വില്ലേജാണ് മലപ്പുറം ജില്ലയിലുള്ളത്. എന്നാൽ 31 ലക്ഷമുള്ള തൃശ്ശൂർ എത്തുമ്പോൾ 255 വില്ലേജുകൾ. നോക്കി, ഇതാണ് ഇത് ഭയങ്കരമായൊരു പ്രശ്നമാണ്. അപ്പോൾ തൃശ്ശൂർ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ ജില്ലകളുടെയൊക്കെ ഒരു ജനങ്ങളിൽ ശരാശരി എത്ര പേർക്കൊരു വില്ലേജ് എന്നൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 19,000 ആൾക്ക്, 19,000 ജനങ്ങൾക്ക് ഒരു വില്ലേജ് ഉണ്ട്. ഒരു വില്ലേജിൻ്റെ സേവനങ്ങളും ക്ഷേമ പദ്ധതികളും 19,000 ആളുകൾക്കാണ് ഈ പറയുന്ന 3 ജില്ലകൾ എത്തുന്നത്. പക്ഷേ മലപ്പുറത്ത് അത് 30,000 പേർക്കാണ്. 30,000 40,000 മാർക്കൊക്കെയാണ് ഒരു വില്ലേജിൻ്റെ സേവനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ കുറേ മുമ്പ് ചർച്ചയാവുകയും ഈ പ്രശ്നം ഗവൺമെൻറ് അംഗീകരിക്കുകയും ചെയ്താണ്. കേരള സർക്കാർ തന്നെ നിശ്ചയിച്ച ഒരു കമ്മീഷന് വിഷയം പഠിക്കുകയും മലപ്പുറം ജില്ലയിൽ പുതിയ 4 താലൂക്കുകൾ ഉണ്ടാവണം, അതുപോലെ 26 പുതിയ വില്ലേജുകൾ ഉണ്ടാവണം എന്ന് സർക്കാർ തന്നെ നിശ്ചയിച്ചൊരു കമ്മീഷൻ കണ്ടെത്തുകയും നിർദ്ദേശം പോവുകയും ചെയ്താണ് 10 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഒരു സ്റ്റെപ്പ് ഉണ്ടായില്ല. അതിൻ്റെ ഫലം എന്താ വെച്ചാൽ ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സ്തംഭനാവസ്ഥയും കാര്യക്ഷമതയില്ലായ്മയും ഉണ്ടാകുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ജനസംഖ്യാനുപാതികമായ സംസ്ഥാന സർക്കാരിൻ്റെ കമ്മീഷൻ തന്നെ കണ്ടെത്തിയ പുതിയ വില്ലേജുകളും അതുപോലെ താലൂക്കുകളുമൊക്കെ പിന്നെ മലപ്പുറം ജില്ല ഉണ്ടാകേണ്ടത്, പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ പുതിയൊരു ഇലക്ഷൻ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഇലക്ഷൻ സമയത്തും പുതിയ കുറേ പഞ്ചായത്തുകൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചു. നേരത്തെ ഇതേ ഒരു കമ്മീഷൻ പഠനം നടത്തി മലപ്പുറം ജില്ലയിൽ പുതിയ പഞ്ചായത്തുകൾ, മലപ്പുറം ജില്ലയിലല്ല കേരളത്തിൽ മൊത്തം പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാവണം, മലപ്പുറം ജില്ലയിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഉണ്ടാവണം എന്ന് കമ്മീഷൻ കണ്ടെത്തിയതുമായിരുന്നു. പക്ഷേ വാർഡുകൾ മാത്രമാണ് ഈ വർഷം വർദ്ധിപ്പിച്ചത്, ഒരിക്കലും പഞ്ചായത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിന് കീഴിൽ വിതരണം ചെയ്യുന്ന പദ്ധതികളുണ്ട്. ഓരോ പഞ്ചായത്തിന് ഇത്രയും അങ്ങനെ പദ്ധതികൾ വരുമ്പോഴും മലപ്പുറം ജില്ലയിൽ അത് പ്രശ്നം ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു പഞ്ചായത്തിന് കീഴിൽ ഒരു ഹയർ സെക്കൻഡറി ഉണ്ടാകുന്നതാണ്, ഒരു ഗവൺമെൻറ്റോ എയ്ഡഡോ ഹയർ സെക്കൻഡറി ഉണ്ടാകും. നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് +1 പ്രതിസന്ധി. ഇതിനുള്ളൊരു പരിഹാരം പുതിയ പഞ്ചായത്തുകൾ വന്നാൽ ആ പഞ്ചായത്തിന് കീഴിൽ പുതിയ ഹയർ സെക്കൻഡറി ഉണ്ടാക്കാം. പക്ഷേ ആ പഞ്ചായത്ത് വേണമെന്ന് സർക്കാർ പറഞ്ഞു എന്നല്ലാതെ ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇത്തരം ഭരണകൂട സംവിധാനങ്ങൾ ജില്ലാ സംവിധാനം മുതൽ താലൂക്ക്, വില്ലേജ്, പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ മലപ്പുറം ജില്ലയിൽ ജനസംഖ്യാനുപാതികമായി ഉണ്ടാകുമ്പോഴേ ഇവിടെ യഥാർത്ഥ വികസനം ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇതൊരു സാമൂഹ്യ നീതിയുടെ ഭാഗമാണ്. ഇത് ഭരണകൂടം തിരിച്ചറിഞ്ഞതുമാണ്. നടപ്പാക്കുക എന്ന പ്രക്രിയ മാത്രമാണുള്ളത്. അത് ഉടനെ വൈകാതെ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം സമ്മർദ്ദങ്ങൾ ഈ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടാവേണ്ടതുമുണ്ട്. ഈ പഞ്ചായത്ത് ആക്ട് പ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പുനർക്രമീകരിക്കണമെന്നാണല്ലോ. അങ്ങനെ ഒരു ക്രമീകരണം നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ക്രമീകരണം നടക്കാതിരുന്നാൽ നമ്മുടെ ജില്ലയ്ക്ക് പറ്റുന്ന പരിക്ക് എത്രത്തോളമാണ്? പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം തന്നെ ഓരോ 5 വർഷം കൂടുമ്പോഴും സ്വാഭാവികമായിട്ട് ഓരോ 5 വർഷം കൂടുമ്പോൾ ജനസംഖ്യയിൽ മാറ്റം ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വികസനം സാധാരണ ജനങ്ങൾക്ക് ഓരോ പൗരനിലേക്കും എത്തുക എന്ന് പറയുന്ന കൺസെപ്റ്റാണത്. അപ്പം പഞ്ചായത്ത്, വാർഡ് മെമ്പർ വഴി ആളുകളിലേക്ക് ഇത് എത്തുക എന്നുള്ളതാണ്. ഓരോ 5 വർഷം കൂടുമ്പോൾ സ്വാഭാവികമായും ജനസംഖ്യ വർദ്ധിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പുതിയ വാർഡുകൾ ഉണ്ടാവണം, പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാകണം. ഇപ്പോൾ ത്രിതല പഞ്ചായത്താണ്, അപ്പോൾ സ്വാഭാവികം പുതിയ ബ്ലോക്കുകൾ ഉണ്ടാവണം, പുതിയ ജില്ലാ പഞ്ചായത്ത് ഉണ്ടാവണം എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു പഞ്ചായത്ത് രാജിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോൾ തന്നെ അപ്പോഴത്തെ ജനസംഖ്യ പരിശോധിച്ച് പുതിയ പഞ്ചായത്തുകളും വാർഡുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഇന്ത്യയുടെ തന്നെ ഇന്ത്യ രാജ്യത്ത് മൊത്തം നടക്കുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ 2015 ഇങ്ങനെ ഒരു പുനഃക്രമീകരണത്തിന് ശ്രമിച്ചെങ്കിലും ചില കാരണങ്ങൾ കോടതി ഇടപെട്ട് അത് നടക്കാതെ പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അന്നത്തെ സ്റ്റേറ്റ് ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷൻ എവിടെയൊക്കെയാണ് പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാവേണ്ടത് നമ്മൾ ജനസംഖ്യയെല്ലാം പഠിക്കുകയും ചെയ്തു. 2018-19 ആ കമ്മീഷന് പുതിയ പഞ്ചായത്തുകളെ കുറിച്ചും പുതിയ വാർഡുകളെ കുറിച്ചൊക്കെയുള്ള രൂപീകരിക്കേണ്ട ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് നടപ്പിലാകുന്നു എന്നൊക്കെ വാർത്തകൾ വന്നെങ്കിലും 2020 കോവിഡ് വന്നു. അപ്പോൾ കോവിഡ് വന്ന സന്ദർഭത്തിൽ അപ്രാവശ്യത്തെ ഇലക്ഷനിലും ആ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട എന്ന് തീരുമാനിച്ചു. അതുവഴി പുതിയ വാർഡുകളോ പഞ്ചായത്തുകളോ ഒന്നും ഉണ്ടായില്ല. സ്വാഭാവികമായും ഈ 2025 നമ്മൾ പുതിയ
പഞ്ചായത്തുകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. കാരണം 2020 തന്നെ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ തന്നെ, കാരണം ഒന്നാം ഇടതുപക്ഷ സർക്കാരൊന്നുമില്ല, ആ സർക്കാർ തന്നെ അന്ന് പിന്നെ കേരളത്തിലുണ്ടായിരുന്ന 941 പഞ്ചായത്തിലെയും ജനസംഖ്യകളെടുത്ത് പരിശോധിച്ചിട്ട് അന്ന് ആ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിലേറ്റവും വലിയ നിർദ്ദേശം എന്ന് പറയുന്നത് 941 ഗ്രാമപഞ്ചായത്തുകളും ജനസംഖ്യയുടെ ശരാശരി എടുത്ത്, ആ ശരാശരി എന്ന് പറയുന്നത് 27,430 ആയിരുന്നു. അതായത് ഒരു പഞ്ചായത്തിൽ 27,430 ജനസംഖ്യ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിന് മുകളിൽ ജനസംഖ്യയുള്ള ഒരുപാട് പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്. വിശിഷ്യ മലപ്പുറത്ത് ഒരുപാടുണ്ട്. 40,000 മുകളിലൊക്കെ ജനസംഖ്യയുള്ള പഞ്ചായത്തുണ്ട്. അപ്പം 30,000 ഉണ്ട്, 35,000 ഉണ്ട്, 40,000 വരെ മലപ്പുറം ജില്ലയിലുണ്ട്. സ്റ്റേറ്റിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടാവാം. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്തുകളാണ്. അപ്പോൾ ഇത്തരം പഞ്ചായത്തുകളെ ഒന്നുകിൽ 2 പഞ്ചായത്താക്കുക, ആ പഞ്ചായത്തിൽ തന്നെ ഡിവൈഡ് ചെയ്ത് 2 ആക്കുക. ചിലപ്പോൾ 2 ആക്കുമ്പോൾ ഉള്ള ജനസംഖ്യ ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 3 പഞ്ചായത്തുകളും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ 3 പഞ്ചായത്തുകളെയും പല വാർഡുകൾ പുനഃക്രമീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 3-4 പഞ്ചായത്തുകളെയൊക്കെ പല വാർഡുകളും ക്രമീകരിച്ചുകൊണ്ട് ഒരു പുതിയ പഞ്ചായത്ത് ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാ പഞ്ചായത്തിൻ്റെയും ഒരു ശരാശരി ജനസംഖ്യ 30,000 താഴേക്ക് 27,000 സംതിങ്ങിലേക്കൊക്കെ കൊണ്ടുവരണം എന്ന് പറയുന്ന റിപ്പോർട്ടായിരുന്നു ആ കമ്മീഷൻ വെച്ചത്. ഇതനുസരിച്ച് മലപ്പുറം ജില്ലയിൽ 10-20 പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അന്ന് കോവിഡ് കാരണം മാറ്റിവെച്ചു. 2025 അത് പരിഗണിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 2025 സ്റ്റേറ്റ് സർക്കാർ അത് പരിഗണിച്ചില്ല. പരിഗണിക്കേണ്ടതായിരുന്നു. അതുവഴി ഉണ്ടാകുന്ന ഒരുപാട് വികസന പ്രതിസന്ധികളുണ്ട്. കാരണം കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ വലിയൊരു ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. ആ ജനസംഖ്യയ്ക്ക് അടിസ്ഥാനത്തിൽ കേരളത്തിൽ മൊത്തം പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ പുതിയ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലും വാർഡുകൾ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ഒരു പുതിയ പഞ്ചായത്ത് വന്നാൽ എന്താണ് അധികം ലഭിക്കുക? അത് പരിശോധിക്കുമ്പോഴാണ് പിന്നെ ഒരു പഞ്ചായത്ത് വരാത്തതിലെ നഷ്ടം നമുക്ക് ബോധ്യമാവുക. പ്രത്യേകിച്ച് മലപ്പുറം പോലെ 45-50 ലക്ഷം ഒക്കെ ജനസംഖ്യയുള്ള ഒരു ജില്ലയിൽ പുതിയൊരു പഞ്ചായത്ത് വന്നെങ്കിൽ ഒരു പുതിയ പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാവും. പഞ്ചായത്ത് ഓഫീസ് വഴിയുള്ള ഒരുപാട് സേവനങ്ങൾ നമ്മൾക്കറിയാമല്ലോ. അപ്പം അതുവഴി ജനങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ പുതിയൊരു കൃഷി ഓഫീസ് വരും, പുതിയൊരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വരും, ഒരു പ്രാഥമിക നമ്മൾ പറയുന്ന ഒരു ഹോസ്പിറ്റൽ പുതിയത് വരും, പുതിയൊരു മൃഗാശുപത്രി വരും, പുതിയൊരു ഹോമിയോ ഡിസ്പെൻസറി വരും, പുതിയൊരു ആയുർവേദ ഡിസ്പെൻസറി വരും. ഒരു പഞ്ചായത്തിൽ ഒരു മൃഗശാല, ഒരു ഹോമിയോ ഡിസ്പെൻസറി, ഒരു ആയുർവേദ ഡിസ്പെൻസറി, ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ഒരു കൃഷി ഓഫീസ് എല്ലാം ഉണ്ടാവണമെന്നാണ്. അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് വരും. കൃഷിഭവൻ ഉണ്ടാവും. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി ഡിവൈഡ് ചെയ്യണത് ഈ പഞ്ചായത്ത് ബേസിനാണ്, വാർഡ് ബേസിനാണ്. അപ്പം ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ലഭിക്കുന്ന ആളുകളേക്കാൾ കൂടുതൽ ആളുകൾക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴി അവർക്ക് ജോലി ലഭിക്കും. അതുവഴി അവർക്ക് അടിസ്ഥാനപരമായ അവരുടെ ഒരു ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. ഏറ്റവും അവസാനം മലപ്പുറം ജില്ലയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഈ ഹയർ സെക്കൻഡറി ബന്ധപ്പെട്ട്. പല പഞ്ചായത്തുകളിലും ആ പഞ്ചായത്തിൽ 10ാം ക്ലാസ് എഴുതുന്ന കുട്ടികൾ 2000 പേരുണ്ടെങ്കിൽ 500 പേർക്കോ 400 പേർക്കൊക്കെ പഠിക്കാനുള്ള ഹയർ സെക്കൻഡറി സംവിധാനം അവിടെ ഉള്ളൂ. കാരണം നമുക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഒന്നേ അനുവദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഏതോ മിനിമം ഒന്നുണ്ടാവണമെന്നാണ്. അപ്പോൾ പുതിയൊരു പഞ്ചായത്ത് വരുമ്പോൾ ആ പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശത്ത് ഹയർ സെക്കൻഡറിയും ഇല്ല എങ്കിൽ പുതിയൊരു ഹയർ സെക്കൻഡറി ഒക്കെ അനുവദിക്കാനുള്ള ഒരു നിയമം താത്വികമായിട്ടുണ്ട്. അപ്പോൾ പുതിയ ഹയർ സെക്കൻഡറികൾ അനുവദിക്കപ്പെടും. അപ്പോൾ കുറേ കൂടി കുട്ടികൾക്ക് +1 പഠിക്കാൻ കഴിയും. മലപ്പുറത്ത് അനുഭവിക്കുന്ന ആ വിദ്യാഭ്യാസ പ്രതിസന്ധിയെ പോലും പരിഹരിക്കാൻ കഴിയുമായിരുന്നു നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഓരോ 5 വർഷവും ഈ ജനസംഖ്യാടിസ്ഥാനത്തിൽ പുതിയ പഞ്ചായത്തുകൾ വന്നിരുന്നെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ഈ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ഈ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന ഓഫീസ് സംവിധാനങ്ങളും റവന്യൂ സംവിധാനങ്ങളും പഞ്ചായത്ത് സംവിധാനമൊക്കെ ഇല്ലാതെ പോകുന്നത് കൊണ്ടുകൂടിയാണ് മലപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വികസന പ്രശ്നങ്ങളും വികസന വീതം വെപ്പിലെ അനീതിയും ഒക്കെ സംഭവിക്കുന്നത്. അത് ഭരണകൂടങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നിലവിലെ ഇന്ത്യയിലെ ഒരു ഭരണകൂട സംവിധാനങ്ങളുടെ നിയമം അനുസരിച്ച് തന്നെ നടപ്പിലാക്കാവുന്ന സംവിധാനങ്ങളാവുക. അത് അങ്ങനെ നടപ്പാക്കാൻ ജനപ്രതിനിധികൾ ജാഗ്രത പുലർത്തുകയും അതിനുവേണ്ടി മുന്നോട്ട് വരികയും ചെയ്യേണ്ടതുണ്ട്. മലപ്പുറം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അവഗണനകൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ. അപ്പോൾ സാധാരണ പറയാറുള്ളത് മഞ്ചേരി ജില്ലാ ആശുപത്രിയെ ഒരു മെഡിക്കൽ കോളേജ് ആക്കിയല്ലോ എന്നാണ്. സംസ്ഥാനം എങ്ങനെയാണ് ഈ മലപ്പുറത്തെ മഞ്ചേരിയിലെ ഈ മെഡിക്കൽ കോളേജിനെ എത്രമാത്രം അവഗണനയാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? എന്ത് വിവേചനങ്ങളാണ് മലപ്പുറത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നോ?
ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു വിദഗ്ധ ചികിത്സ കിട്ടുന്ന കേന്ദ്രമാണ്. നോക്കൂ, നമ്മൾ മലപ്പുറം ജില്ല ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പും ശേഷവും നമ്മൾ വിദഗ്ധ ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനാണ്. കോഴിക്കോടുള്ള ജനങ്ങൾ, വയനാടുള്ള ജനങ്ങൾ, കണ്ണൂരിലെ ജനങ്ങൾ, നമ്മൾ പാലക്കാടൊക്കെ ആശ്രയിക്കുന്ന ഏക ഒരു മെഡിക്കൽ കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ മലബാറിൽ നമുക്ക് ഉണ്ട് എന്ന് പറയപ്പെടാവുന്ന ഒരു വിദഗ്ധ ചികിത്സ കിട്ടുന്ന ഏക കേന്ദ്രം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഇത് മറ്റു ജില്ലകളിലും, മലബാറിലെ മറ്റു ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവണം എന്ന ആവശ്യം പല കാലങ്ങളിലായിട്ട് ഉയർന്നു വന്നിരുന്നു. അങ്ങനെ 2011 മലപ്പുറത്തൊരു മെഡിക്കൽ കോളേജ് അനുവദിക്കാമെന്ന് തീരുമാനിക്കുന്നത്. 2011 എന്ന് പറയുമ്പോൾ അന്ന് UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന വർഷം എന്ന് പറയാം, അവർ അധികാരത്തിൽ നിന്ന് പോകാൻ നിൽക്കുന്ന ഒരു സമയത്താണ് മഞ്ചേരിയിൽ മലപ്പുറം ജില്ലക്കൊരു മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നു. വളരെ സ്വാഗതം ചെയ്യപ്പെട്ട, വളരെ ആഹ്ലാദത്തോടു കൂടി ജില്ലയിലെ ആളുകൾ അതിനെ സ്വീകരിക്കാൻ ചെയ്തത്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ ഒരു വിദഗ്ധ ചികിത്സാ കേന്ദ്രം മലപ്പുറത്തും ഉണ്ടാകുന്നു എന്നൊരു സന്തോഷം. അത് മലപ്പുറം ജില്ലകൾക്ക് മാത്രമല്ല, തൊട്ടടുത്തുള്ള ജില്ലക്കാർക്കൊക്കെ അത് ആശ്രയിക്കാമെന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് 11 കഴിഞ്ഞ് ഇപ്പോൾ 25 എത്തുമ്പോൾ 14 വർഷമായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് സംഭവിച്ചത് എന്നത് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോഴും ഒരു മെഡിക്കൽ കോളേജായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് മാറിയിട്ടില്ല എന്ന്. അപ്പോൾ അതിനെന്താണ് കാരണം? മലപ്പുറം ജില്ലക്ക് മാത്രമായിരുന്നോ അന്ന് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത്? മറ്റു ജില്ലക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്തായിരുന്നു പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഭരണകൂടങ്ങളും സ്റ്റേറ്റ് ഭരണകൂടവും ഭരണകൂടത്തിൽ നിന്ന് വികസന പദ്ധതികളും വാങ്ങേണ്ട ജനപ്രതിനിധികളും അതിൽ കാണിച്ച ജാഗ്രതക്കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ 2011 മലപ്പുറം ജില്ലക്ക് മാത്രമല്ല മെഡിക്കൽ കോളേജ് അനുവദിച്ചത്, പത്തനംതിട്ട ജില്ലക്ക് കൂടി മെഡിക്കൽ കോളേജ് അനുവദിച്ചിരുന്നു. ഇന്നും കൃത്യമായി പറഞ്ഞാൽ 45 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലക്കും ഒരു പുതിയ മെഡിക്കൽ കോളേജ് അനുവദിച്ചു. 12 ലക്ഷം ജനസംഖ്യയുള്ള പത്തനംതിട്ട ജില്ലക്കും ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു. നമ്മൾ 2011 മെഡിക്കൽ കോളേജ് അനുവദിച്ച് ഉടനെ തന്നെ 2012 മഞ്ചേരിയിലുള്ള ജില്ലാ ഹോസ്പിറ്റലിൻ്റെ നെയിം ബോർഡ് മാറ്റിയിട്ട് അവിടെ മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ട് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു. ശേഷം 1-2 പുതിയ ബിൽഡിങ്ങുകൾ നമുക്ക് പുതുതായിട്ട് കിട്ടി. അതുപോലെ തന്നെ MBBS വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം കൂടി എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് സീറ്റുകളും അനുവദിച്ചു. അതോടുകൂടി നമ്മുടെ മെഡിക്കൽ കോളേജ് പിന്നീട് വല്ലാതെ ഒന്നും മുന്നോട്ട് പോയില്ല, ചെറിയ പദ്ധതികളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തതിന് കാരണം വെച്ചാൽ 21 ഏക്കർ സ്ഥലമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് നിൽക്കുന്ന പരിസരത്ത് ഗവൺമെൻറ്റിനുള്ളത്. അതിൽ ഓൾറെഡി തന്നെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് കെട്ടിടങ്ങളും സ്ഥലങ്ങളും ആവശ്യമായൊരു പദ്ധതിയാണ്. അത് മഞ്ചേരിയിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും അത് മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല വരേണ്ടത്, പുതുതായിട്ടൊരു സ്ഥലമെടുത്ത് അവിടെ വരേണ്ട ഒന്നായിരുന്നു. അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത്. അത് പറയുമ്പോഴാണ് നമുക്ക് സംഭവിച്ച അബദ്ധം, നമ്മുടെ സ്റ്റേറ്റ് നമ്മോട് പുലർത്തിയ വിവേചനമൊക്കെയാണ്. 2011 തന്നെ അനുവദിച്ച പത്തനംതിട്ട മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. അവരെന്താ ചെയ്തത്? അവർ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന പ്രദേശം, അവിടെ സർക്കാരിൻ്റെതായ വ്യത്യസ്ത വകുപ്പുകൾക്ക് കീഴിൽ ഭൂമി ഉണ്ടായിരുന്നു. ആ രണ്ട് വ്യത്യസ്ത വകുപ്പുകൾക്ക് കീഴിലുള്ള 50 ഏക്കർ ഭൂമി, 25 ഏക്കർ ഭൂമി ഈ കോന്നി പത്തനംതിട്ട മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രത്യേകം അക്വയർ ചെയ്തിട്ട് അത് മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രത്യേകം രജിസ്റ്റർ ചെയ്തു, അത് വിട്ടുകൊടുത്തു. അതായത് സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ള 50 ഏക്കർ പുതിയ ഭൂമി പത്തനംതിട്ട മെഡിക്കൽ കോളേജിനായി കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയ ഭൂമി സ്വാഭാവികമായിട്ടും ഒരുപാട് ഭൂമികൾ വേണ്ടത്ര ഗതാഗത സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് പത്തനംതിട്ടയിലെ ജനപ്രതിനിധികളും അവിടുത്തെ ഭരണകൂടമൊക്കെ ചെയ്യണത് ഈ കണ്ടെത്തിയ ഈ ഏറ്റെടുത്ത 50 ഏക്കർ സർക്കാർ ഭൂമിയിലേക്ക് 2 വരി പാത, സർക്കാരിൻ്റെ തന്നെ ചെലവിൽ സർക്കാർ തന്നെ പുതിയ 2 വരി പാത പെട്ടിരുന്നു. അതോടൊരു ഗതാഗത പ്രശ്നം തീർന്നു. പിന്നീട് ഗതാഗത പ്രശ്നം തീർന്നതോടുകൂടി UDF സർക്കാർ തന്നെ 2011 ആ ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്നതിന് മുമ്പ് തന്നെ 110 കോടി രൂപ പ്രാഥമികമായ കെട്ടിടാവശ്യങ്ങൾക്കും മറ്റും വേണ്ടി പത്തനംതിട്ട മെഡിക്കൽ കോളേജിന് അനുവദിച്ചു. അങ്ങനെ അവർ ബിൽഡിംഗ് പണി ആരംഭിച്ചു. അപ്പോൾ പിന്നെ പിറ്റത്തെ വർഷമായപ്പോൾ ഭരണകൂടം മാറി, LDF സർക്കാർ വന്നു. അപ്പോൾ LDF സർക്കാർ വരുമ്പോൾ കാണുന്നത് പത്തനംതിട്ടയിൽ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്, അവിടെ ബിൽഡിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവരും എന്ത് ചെയ്തു? കിഫ്ബി വഴി, അന്ന് കിഫ്ബി വഴിയായിരുന്നു ഫണ്ടുകളൊക്കെ അനുവദിച്ചിരുന്നത്. കിഫ്ബി വഴി
315 കോടി രൂപ ഈ പത്തനംതിട്ട മെഡിക്കൽ കോളേജിന് വേണ്ടി LDF സർക്കാർ അനുവദിച്ചു. അങ്ങനെ അവിടെ വിപുലമായ അർത്ഥത്തിൽ കെട്ടിടപ്പണികൾ തുടങ്ങി. 2011 അങ്ങനെ 9 വർഷം എടുത്ത പണികൾ. 9 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം ആ കോന്നി പത്തനംതിട്ട മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിലുണ്ടായി. അതുപോലെ 5 നില ഹോസ്പിറ്റൽ ബിൽഡിംഗ് വേറെയും ഉണ്ടായി. ഇങ്ങനെ 2020 നമ്മുടെ ആ കോവിഡൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ പിണറായി വിജയൻ നമ്മളെ പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത്. 500 കോടി രൂപ, ഞാൻ പറഞ്ഞല്ലോ 2 ഘട്ടങ്ങളായിട്ട് 500 കോടി രൂപയാണ് കോന്നി പത്തനംതിട്ട മെഡിക്കൽ കോളേജിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് മുടക്കുകയും അതൊരു വലിയ ഒരു മെഡിക്കൽ കോളേജായി മാറുകയും ചെയ്ത്. ഇനിയുമുള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ അവിടെ 50 ഏക്കർ ഭൂമിയുണ്ട്. ഇനിയും ഒരുപാട് കെട്ടിടങ്ങൾ എടുക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. സ്വാഭാവികമായും ഓരോ കൊല്ലത്തെയും ബജറ്റുകളിൽ ഓരോരോ പദ്ധതികളായിട്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് ലഭിക്കുകയും അങ്ങനെ ഭാവിയിൽ അത് ഒരു വലിയ മെഡിക്കൽ കോളേജ് സംവിധാനമായി മാറുകയും ചെയ്തു. മഞ്ചേരിയിൽ സംഭവിച്ചത് നിലവിലുള്ള ജില്ലാ ഹോസ്പിറ്റൽ തന്നെ മെഡിക്കൽ കോളേജാക്കി മാറ്റിയതുകൊണ്ട് പിന്നീടുള്ള വികസന സാധ്യതകൾ വീർപ്പും മുട്ടി. കാരണം 21 ഏക്കർ സ്ഥലമേ ഉള്ളൂ, പുതിയ പദ്ധതികളൊന്നും വന്നില്ല. മെഡിക്കൽ കോളേജ് വന്നേന്ന് പ്രഖ്യാപിക്കുക അല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇത് പിന്നീട് വലിയ വിഷയമായി. ഇവിടെ വേണ്ടത്ര സ്ഥലമല്ല. അപ്പോൾ 5 ഏക്കർ തൊട്ടടുത്ത് കിടക്കുന്ന 5 ഏക്കർ സ്ഥലമുണ്ട്. ആ 5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതിന് ഗവൺമെൻറ് ഫണ്ടും അനുവദിച്ചു അതിൻ്റെ പ്രാരംഭ നടപടികൾക്കൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ ആ സ്ഥലത്തിൻ്റെ ഉടമകൾ തയ്യാറായില്ല. പക്ഷേ ഭരണകൂടത്തിന് പിടിച്ചെടുക്കാമല്ലോ. ഭരണകൂടം നിയമം ഉപയോഗിച്ച് അത് എടുക്കാൻ സമയത്ത് ഇവർ ഹൈക്കോടതിയിൽ പോയി. സ്ഥലം ഉടമകൾ ഹൈക്കോടതിയിൽ പോവുകയും അത് സാധാരണ മഴക്കാലത്ത് വെള്ളക്കെട്ട് സംഭവിക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ നിയമാടിസ്ഥാനത്ത് തന്നെ അത് ബിൽഡിങ്ങിന് ഇട്ടെടുക്കാൻ പറ്റില്ല എന്നവർ കോടതിയിൽ വാദിക്കുകയും കോടതി അംഗീകരിക്കുകയും ചെയ്ത് അപ്പോൾ ആ 5 ഏക്കർ സ്ഥലം പോലും ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടിയാണ് ജനങ്ങളുടെയും പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒക്കെ മലപ്പുറത്തെ ജനങ്ങളിൽ നിന്നൊക്കെ ഭയങ്കരമായ വിമർശനം ഉയർന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഒരു 500 കോടിയുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഒപ്പം ലഭിച്ച ഒരു മഞ്ചേരി മെഡിക്കൽ കോളേജിന് മലപ്പുറം ജില്ലാ മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഒന്നും ആവാതെ പോകുന്നതിനും മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ഇപ്പോഴും വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് തുടരുകയും ചെയ്തപ്പോൾ ആണ് സ്ഥലം എം എൽ എയും ജില്ലാ ഭരണകൂടങ്ങളൊക്കെ പുതിയൊരു സ്ഥലത്തെക്കുറിച്ച് 2011 പത്തനംതിട്ട ഗവൺമെൻറ് അവിടുത്തെ ഭരണകൂടവും ജില്ലാ ഭരണകൂടവും അവിടുത്തെ MLA ചെയ്താൽ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ടാണ് തലയിൽ കത്തുന്നത്. എന്നിട്ട് പുതിയൊരു സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഈ മെഡിക്കൽ കോളേജിന് സമീപമുള്ള വേട്ടക്കാട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 50 ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. പക്ഷേ ആ സ്വകാര്യ വ്യക്തി 25 ഏക്കർ അദ്ദേഹം സൗജന്യമായി വിട്ടു നൽകാം. 25 ഏക്കർ ഒരു കുറഞ്ഞ പൈസക്കും വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ സ്ഥലം മെഡിക്കൽ കോളേജിന് ഏറ്റെടുക്കാം. മെഡിക്കൽ കോളേജിൻ്റെ പുതിയ പദ്ധതികളെല്ലാം വേട്ടക്കാട് എന്ന് പറയുന്ന മഞ്ചേരിക്ക് അടുത്ത് നിന്നുള്ള സ്ഥലത്ത് തന്നെ ആവട്ടെ എന്ന് തീരുമാനിക്കുകയും ഈ ഒരു നിർദ്ദേശം ഒരു കൺസെപ്റ്റ് സംസ്ഥാന ഭരണകൂടത്തിന് മുമ്പിൽ വെക്കുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന ഭരണകൂടം അത് അംഗീകരിച്ചില്ല. വികസന പദ്ധതികളും മെഡിക്കൽ കോളേജും ഒക്കെ മലപ്പുറത്തേക്കാകുമ്പോൾ സ്ഥലം ഏറ്റെടുക്കാൻ 25 ഏക്കർ സൗജന്യമായി വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് പോലും സംസ്ഥാന സർക്കാർ അതിന് സാമ്പത്തിക ചെലവുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പുതിയ ബിൽഡിങ്ങുകൾ വരണമെങ്കിലും സാമ്പത്തിക ചെലവുണ്ടെന്നാണ്. 313 കോടി കിഫ്ബി വഴി പത്തനംതിട്ട മെഡിക്കൽ കോളേജ് നൽകി അതേ LDF സർക്കാരാണ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ 50 ഏക്കർ സ്ഥലം എടുത്തിട്ട് പുതിയ കെട്ടിടങ്ങൾ പണിയെങ്കിൽ സാമ്പത്തിക ചെലവുണ്ട്, അത് അനുവദിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ നേരത്തെ ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു ഈ 5 ഏക്കറുമായി ബന്ധപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പിലും ഈ ഒരു കൺസെപ്റ്റ് വെച്ചു. ഇങ്ങനെ വേട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 50 ഏക്കർ ഭൂമിയുണ്ട്, അത് ഏറ്റെടുത്തിട്ട് ക്യാമ്പസ് അങ്ങോട്ട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഹൈക്കോടതിക്കും അതിന് ഒരു താല്പര്യമുണ്ടായി. അപ്പോൾ ഹൈക്കോടതി തന്നെ മുൻകൈ എടുത്തിട്ട് എങ്കിൽ ആ 50 ഏക്കർ സ്ഥലത്ത് സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ട് എൻ്റെ റിപ്പോർട്ട് തരാൻ പറഞ്ഞു. ഏതൊരു പദ്ധതിയും ഭൂമി ഏറ്റെടുക്കുമ്പോൾ സാമൂഹിക ആഘാത പഠനം നടത്തണം. അവിടെ ആവാസ വ്യവസ്ഥ മറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ ഹൈക്കോടതി തന്നെ മുൻകൈ എടുത്ത് പറഞ്ഞു എങ്കിൽ ആ 50 ഏക്കർ സ്ഥലത്തിൻ്റെ സാമൂഹിക ആഘാത പഠനം നടത്തി എന്നിട്ട് സർക്കാർ റിപ്പോർട്ട് തരട്ടെന്ന്. അപ്പോൾ സംസ്ഥാന സർക്കാരിലേക്ക് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കാനോ ആരോഗ്യമന്ത്രി അത് ഏറ്റെടുക്കാനോ ഇപ്പോഴും തയ്യാറല്ല. ഫലം ഇപ്പോഴും മലപ്പുറത്തെ 45 ലക്ഷം ജനങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കേണ്ടിയിരുന്ന ഒരു മലപ്പുറം മെഡിക്കൽ കോളേജ്, മഞ്ചേരിയിലൊരു മെഡിക്കൽ കോളേജ്, അവിടെ ഒരു വിദഗ്ധ ചികിത്സയും ഒന്നും ലഭ്യമല്ല, പുതിയ വികസനത്തിനോ ഒരു ഭൂമിയും അവിടെ ലഭ്യമല്ലാതെ
ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അടി മുന്നോട്ട് പോയി എന്നതൊഴിച്ചാൽ ഒരു ജില്ലാ ഹോസ്പിറ്റലിയുടെ സംവിധാനങ്ങൾ മാത്രമേ മലപ്പുറം നിലനിൽക്കുള്ളൂ. ഇത് മലപ്പുറത്തെ 45 ലക്ഷം ജനങ്ങളോട് ചെയ്യുന്ന ആരോഗ്യ മേഖലയോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്നു. മറുഭാഗത്ത് പത്തനംതിട്ട ഇതേ സമയത്ത് അനുവദിച്ച പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ 2 വിവേചനങ്ങൾ, ഒരു സ്റ്റേറ്റ് ഭരണകൂടം ആരോഗ്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉദാഹരണം മാത്രം എടുത്താൽ മലപ്പുറം ജില്ലയോട് പുലർത്തിയ ഒരു അവഗണനയും വിവേചനം നമുക്ക് മനസ്സിലാവും. 500 കോടി അവിടെ അനുവദിച്ചപ്പോൾ ഇവിടെ 50 കോടിയോ 100 കോടിയുടെ താഴെയുള്ള ഫണ്ടുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് എന്നതാണ്. ഇതൊക്കെ പൊതുജനം മനസ്സിലാക്കി പ്രതികരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇന്ത്യയിൽ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ യാത്രകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ആ റെയിൽവേ ഈ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയെ നോക്കുമ്പോൾ അതിലും ഒരുപാട് വിവേചനങ്ങൾ നടന്നതായിട്ട് കാണാൻ കഴിയും. എന്തെല്ലാം രീതിയിലുള്ള വിവേചനമാണ് റെയിൽവേ മേഖലയിലും മലപ്പുറം ജില്ല അനുഭവിക്കുന്ന വിവേചനങ്ങൾ? ഇതിൽ ഏറ്റവും രസകരമായൊരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ അത് മലപ്പുറം ജില്ലയിൽ കൂടെ ആയിരുന്നുള്ളതാണ്. 1861 ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഗതാഗതം പരിചയപ്പെടുത്തിയപ്പോൾ ബേപ്പൂരിൽ നിന്നും തിരൂരിലേക്കാണ് ആ ട്രെയിൻ ഓടിയത്. നമുക്ക് ഒരു 2 നൂറ്റാണ്ട് മുമ്പ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സംഗതി. അത് സംഭവിച്ചത് ഇന്നത്തെ മലപ്പുറം ജില്ലയെ കൂടി സ്പർശിച്ചുകൊണ്ടാണ്. ആ ബേപ്പൂർ തിരൂർ റെയിൽവേ പാതയാണ് പിന്നീട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന പാലക്കാട് ചെന്നൈ റൂട്ടൊക്കെ ആയിട്ട് വികസിപ്പിച്ചത് ആ റൂട്ടാണ്. പിന്നീട് മലപ്പുറത്ത് റെയിൽവേ ഗതാഗതം ഉണ്ടായിരുന്നതും 1920കളിലാണ്. 1921 പണി തുടങ്ങി. 1927 ആദ്യമായിട്ട് ട്രെയിൻ ഓടിയ നമ്മുടെ ഇപ്പോഴത്തെ നിലമ്പൂർ ഷൊർണൂർ നിലമ്പൂർ പാത ഇതുണ്ടാക്കിയതും ബ്രിട്ടീഷുകാരാണ്. നമുക്ക് കാണാൻ കഴിയും. 66 കിലോമീറ്ററാണ് ഈ ദൂരം. ഇതാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഇവിടുത്തെ ഒരു റെയിൽവേ പാത എന്ന് പറയുന്നത്. ഈ 2 പാതയും വന്ന ശേഷം വർഷങ്ങളത്ര കഴിഞ്ഞു. 27 ബ്രിട്ടീഷുകാർക്ക് തന്നെ പല റെയിൽവേ പദ്ധതികളൊന്നും ഉണ്ടായിരുന്നു, അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഫലത്തിൽ ബ്രിട്ടീഷ് സർക്കാരോ പിന്നീട് ഇതുവരെ ഭരണം നടത്തിയ ഇന്ത്യൻ ഗവൺമെൻറ്റോ 1 കിലോമീറ്റർ ദൂരം പോലും പുതിയ റെയിൽവേ പാത മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയിട്ടില്ല. നോക്കി 17 ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജനകീയ ഗതാഗത സംവിധാനം എന്ന് പറയുന്ന ഒരു സംവിധാനം മലപ്പുറം ജില്ലയിൽ ഓൾറെഡി കേരളത്തിൽ ആദ്യമായി വന്ന ഒരു പ്രദേശമായിട്ട് പോലും പിന്നീട് അങ്ങനെ ഒരു പ്രൊജക്റ്റും മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്. നമുക്ക് ആകെ ഉണ്ടായൊരു സംഗതി എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ കൊങ്കൺ ഡ്രൈവിൽ വന്നല്ലോ, കൊങ്കൺ പാത വന്നതിന് ശേഷം ഒരുപാട് ട്രെയിനുകൾ കുറേ ട്രെയിനുകൾ എന്ത് ചെയ്യുന്നു, തിരൂർ സ്പർശിച്ച് പോകുന്നുണ്ട്. തിരൂർ വഴി കൊങ്കൺ പാതയിലേക്ക് ഇതായതുകൊണ്ട് ഒരുപാട് ട്രെയിനുകൾ പോകുന്നുണ്ട്. പക്ഷേ അവിടെയും ആ ട്രെയിനുകൾക്കൊന്നും എന്തില്ല, അത്തരം ദീർഘദൂര ട്രെയിനുകൾക്കൊന്നും തിരൂർ സ്റ്റോപ്പില്ല. തിരൂർ കൂടെ എങ്ങനെ ട്രെയിൻ പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രൊജക്റ്റോ സംവിധാനങ്ങളോ ഒന്നും ആർത്തിൽ വലിയ പ്രൊജക്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലോ പിന്നെ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലമ്പൂർ നഞ്ചൻകോട്, കർണാടകയിലുള്ള നഞ്ചൻകോട് വഴിയുള്ള ഒരു റെയിൽവേ പാത ഉണ്ടായിരുന്നു. ആ റെയിൽവേ പാത വന്നാൽ ഷൊർണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് 5 മണിക്കൂർ കൊണ്ടെത്താൻ കഴിയും. ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ഫറോക്ക് റെയിൽവേ പാത, ഇത് രണ്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾക്ക് പല പ്രാവശ്യം ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടെങ്കിൽ പോലും വന്നില്ല എന്നതാണ് നമ്മുടെ ഒരു റെയിൽവേയുടെ ചരിത്രം എന്ന് പറയുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയോടുള്ള അവഗണനയുടെ ഏറ്റവും ഭീകരമായ കണക്കുകളുള്ളത് വിദ്യാഭ്യാസ മേഖലയിലെ അവഗണനയുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ മറ്റ് ജില്ലകളുമായി ഒരു താരതമ്യം ചെയ്താൽ അതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സംസ്ഥാനം നമ്മുടെ മലപ്പുറം ജില്ലയോട് വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്ന അവഗണനകൾ എന്തൊക്കെയാണ്? ഈ വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ലയിൽ ഒരുപാട് വിവേചനം നിലനിൽക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാൻ സൗകര്യങ്ങളില്ല എന്നുള്ളത് കേരളത്തിലെ എല്ലാവരും അംഗീകരിച്ച ഒന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ വിവേചന ഭീകരതയോട് മലപ്പുറം ജില്ലയിൽ സമരങ്ങളുണ്ടായതും പ്രതിഷേധങ്ങളുണ്ടായതും അതിൻ്റെ കണക്കുകളും ഡാറ്റകളുമൊക്കെ എല്ലാവർക്കും ലഭ്യമാവുന്ന രീതിയിൽ നമ്മുടെ ദിനപത്രങ്ങളിലടക്കം സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലൊരു വിവേചനം മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് എല്ലാവരും അംഗീകരിച്ച ഒന്നാണ്. മറ്റുള്ള വിവേചനങ്ങൾ ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗത്തുള്ളൊരു പ്രശ്നം, മലപ്പുറം ജില്ലയിൽ +1 സീറ്റ് പ്രതിസന്ധി ഉണ്ട്.
എന്നത് മാത്രമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു വിദ്യാഭ്യാസ പ്രശ്നം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഷമീം ചോദിച്ച പോലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നമ്മൾ നേരിടുന്ന വിവേചനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കണക്കെടുക്കുകയാണെങ്കിൽ അത് പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഐക്യ കേരളം നിലവിൽ വന്നത് 1956 നമ്മൾ പറഞ്ഞു. 1956 ശേഷം 2025 വരെയുള്ള കാലയളവ് നമുക്കെടുക്കാം. ഈ കാലയളവിൽ കേരളത്തിൽ അനുവദിക്കപ്പെട്ട എയ്ഡഡ് സർക്കാർ പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളുടെ എണ്ണം ഉണ്ട്. ആ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ പോലും മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അത്ര മലപ്പുറത്ത് കിട്ടിയിട്ടില്ല. ശരിക്കും ജനസംഖ്യാനുപാതികമായി മലപ്പുറത്തും മലബാറിലും ഒക്കെ ഏറും ധാരാളം ഗവൺമെൻറ് അനുവദിക്കണം. ജനസംഖ്യാനുപാതികമായിട്ട് മാത്രമല്ല ചരിത്രപരമായും. കാരണം തിരുവിതാംകൂറും കൊച്ചിയിലും ഒക്കെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളല്ല. അവിടെ നേരത്തെ തന്നെ 800കളുടെ അവസാനത്തിൽ തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയും സ്കൂളുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളാണ് മലപ്പുറം, കോഴിക്കോടും പറഞ്ഞ ഈ മലബാർ മേഖലകൾ. അതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ പദ്ധതികൾ കുറവായിരുന്നു. കാരണം സർക്കാർ നടപ്പാക്കേണ്ടത് ആ സർക്കാർ ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ ഒരിക്കലും അവർക്കെതിരെ സമരം ചെയ്യുന്ന, അവരെ അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗത്തിന് വിദ്യാഭ്യാസം മുന്നേറ്റം ഉണ്ടാക്കാൻ സ്കൂളിൽ ആരംഭിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ സ്കൂളുകൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു സ്റ്റേറ്റ്, പുതിയൊരു സ്വാതന്ത്ര്യാനന്തരം ഒരു ഭരണകൂടം വരുമ്പോൾ ഇവിടെ കൂടുതൽ സ്കൂളുകൾ അനുവദിക്കുകയാണ് വേണ്ടത്. പക്ഷേ പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളുടെ കണക്കെടുത്താൽ പോലും 1956 നേഷൻ സ്റ്റേറ്റ് അനുവദിച്ച കണക്കെടുത്താൽ പോലും ഇവിടെ കുറവാണെന്ന് കാണാൻ കഴിയും. ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോഴൊരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ പോലും ഈ വിദ്യാഭ്യാസ ഉപജില്ലകളുടെ കണക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ ഉപജില്ലകളാണ് ഓരോ സ്കൂളുകളുടെയും മേൽനോട്ടം വഹിക്കുന്നത്. ആ വിദ്യാഭ്യാസ ഉപജില്ലകളുടെ കണക്കെടുത്താൽ പോലും മലപ്പുറത്ത് അത് കുറവാണ്. മലപ്പുറത്ത് 8 ലക്ഷം കുട്ടികൾ എല്ലാ വർഷങ്ങളിലും ഒരു 8 ലക്ഷം പേരെങ്കിലും മലപ്പുറത്ത് വിദ്യാർത്ഥികളായിട്ടുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥികളുടെ ഒരു മേൽനോട്ടം വഹിക്കേണ്ടത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായി 4 വിദ്യാഭ്യാസ ജില്ലയാണ് മലപ്പുറത്തുള്ളത്. 17 വിദ്യാഭ്യാസ ഉപജില്ലകളാണുള്ളത്. അപ്പോൾ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് പഠിക്കുന്നതൊക്കെ 4-1 വിദ്യാർത്ഥികളെ മറ്റു ജില്ലകളിലെ വിദ്യാഭ്യാസ ഉപജില്ലക്കും വിദ്യാഭ്യാസ ജില്ലക്കൊക്കെ കീഴിലുള്ളൂ. ഇവിടെ ധാരാളം വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിക്കേണ്ടി വന്നതാണ്. ഇത് സംസ്ഥാന നിയമസഭയിൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ TV ഇബ്രാഹിം MLA 2018 വിദ്യാർത്ഥികളുടെ എണ്ണം, സ്കൂളുകളുടെ എണ്ണം എന്നിവ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനത്തെ ഏറ്റവും വലിയ 5 വിദ്യാഭ്യാസ ഉപജില്ലകൾ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് നിയമസഭയിൽ. അപ്പോൾ അതിന് രേഖാമൂലം നൽകുന്ന മറുപടിയുണ്ട്. ആ മറുപടിയിൽ 5-ൽ 3 ഉപജില്ലയും മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് തിരൂർ ഉപജില്ലയിൽ 93 സ്കൂളുകളുണ്ട്, കൊണ്ടോട്ടി ഉപജില്ലയിൽ 92 സ്കൂളുകൾ, മഞ്ചേരി ഉപജില്ലയിൽ 90 സ്കൂളുകൾ. സാധാരണ ഒരു ഉപജില്ലയുടെ കീഴിൽ വരെ 30-40 സ്കൂളുകളാണ്. ആ സമയത്താണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉപജില്ലയ്ക്ക് കീഴിൽ വരുന്നത്. ഇങ്ങനെയാണെന്ന് കാണാൻ കഴിയും. അതുപോലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും അങ്ങനെ വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കുമ്പോൾ വലിയ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ 5-ൽ 4 മലപ്പുറത്താണ്. അതായത് ഇപ്പം വേങ്ങരയിൽ 3814 വിദ്യാർത്ഥികൾ ആ ഒരു ഉപജില്ലയ്ക്ക് കീഴിലുണ്ട്. കൊണ്ടോട്ടി 30,814. അതുപോലെ തന്നെ കൊണ്ടോട്ടി 27,644, തിരൂർ 24,327, താനൂർ 23,682. ഒരു ഉപജില്ലയ്ക്ക് സാധാരണ 6,000-7,000 മക്കൾ ഉണ്ടാവുന്നിടത്താണ്. അപ്പോൾ സാധാരണ അപ്പോൾ പുതിയ കുറേ വിദ്യാഭ്യാസ ജില്ലകൾ, പുതിയ കുറേ ഉപജില്ലകൾ മലപ്പുറത്ത് ഉണ്ടാവേണ്ടത്. സാധാരണ ഇത്തരം വിഷയങ്ങൾ ആരും ഉന്നയിക്കാറില്ല. നമ്മൾ +1 വിഷയങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. ഇതുവഴി ഉണ്ടാകുന്ന ഒരുപാട് വിദ്യാഭ്യാസ പ്രതിസന്ധികളുണ്ട്. പുതിയ ഉപജില്ലകളും പുതിയ വിദ്യാഭ്യാസ ജില്ലകളും വന്നാലത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഹയർ സെക്കൻഡറി പിന്നെ എല്ലാവർക്കും അറിയാം. ഞാനതിൽ കൂടുതൽ വിശദീകരണമൊന്നും പറയേണ്ടതില്ല. ഒരു വർഷം 10ാം ക്ലാസ് പാസ്സാകുന്ന വിദ്യാർത്ഥികൾ 1,00,000 പേർക്ക് ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി സീറ്റ് ലഭ്യമല്ല. എയ്ഡഡിലോ സർക്കാർ മേഖലകളിലോ എത്രയോ സമരം ചെയ്താൽ കുറച്ച് ശതമാനം മാർജിൻ സീറ്റ് വർദ്ധിപ്പിക്കും. അതുവഴി സാധാരണ 40 അല്ലെങ്കിൽ 45 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടത് 60ഉം 65ഉം കുട്ടികളൊക്കെ പഠിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് കേരളത്തിൽ സമരം നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുവാനോ അതിന് പുതിയ ഒരു 200 മുതൽ 400 വരെ പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചാലേ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാനോ അതിനെ അംഗീകരിക്കാനോ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടില്ല. അവർ തന്നെ നിശ്ചയിച്ച വ്യത്യസ്ത കമ്മിറ്റികൾ ഈ പ്രശ്നം മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്നും അത് മന്ത്രി തന്നെ സമ്മതിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും മലപ്പുറത്തിൻ്റെ കാര്യമാകുമ്പോൾ അല്ലെങ്കിൽ മലബാറിൻ്റെ കാര്യമാകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞിട്ട് ഇപ്പോഴും പുതിയ ഹയർ സെക്കൻഡറി ബാച്ചിൽ അനുവദിക്കാതെ ഓരോ വർഷവും റിസൾട്ട് വരുമ്പോൾ ഇവിടെ ആളുകൾ തെരുവിൽ സമരം ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്.
ഇത് തന്നെയാണ് ശരിക്കും പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളത്. അതും ഈ ഹയർ സെക്കൻഡറി വിഷയത്തിന് അത്ര ആൾ ശ്രദ്ധിക്കാറില്ല. ഇവിടെ ഹയർ സെക്കൻഡറി പാസ്സാകുന്നതിൽ ഒരു പകുതി പേർക്കും, ഹയർ സെക്കൻഡറി നല്ല മാർക്കോടുകൂടി പാസ്സാകുന്ന പകുതി പേർക്കും ഡിഗ്രി പഠിക്കാനുള്ള ബിരുദാനന്തര ബിരുദമോ പഠിക്കാനുള്ള സീറ്റ് മലപ്പുറം ജില്ലയിലില്ല, സർക്കാർ എയ്ഡഡ് മേഖലയിൽ. ഇവിടെ ആകെ സോഷ്യലായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപകമായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളത്. അത് ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സ്ഥാപനമാണ്. അക്കാദമിക് ക്വാളിഫിക്കേഷനും ഒക്കെ കുറവുള്ള സ്ഥാപനങ്ങളുമായിരിക്കും പല സെൽഫ് ഫിനാൻസ് കോളേജുകളും എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പഠിച്ചോട്ടെ, മലപ്പുറം ജില്ലയിലെ കുട്ടികൾ ഫീസ് കൊടുത്ത് പഠിച്ചോട്ടെ എന്നാണ്. എന്നാൽ മറ്റു തെക്കൻ ജില്ലകളെ പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിവേചന ഭീകരത നമുക്ക് മനസ്സിലാവുക. പല തെക്കൻ ജില്ലകളും 4-5 തെക്കൻ ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ SLC പാസ്സാവുന്ന വിദ്യാർത്ഥികളേക്കാൾ കൂടുതൽ ഹയർ സെക്കൻഡറി സീറ്റുകളുണ്ട്. അവിടെ എല്ലാ പ്രാവശ്യവും സീറ്റുകൾ അധികമാക്കാരം. അധികം സീറ്റുകൾ നമ്മളിങ്ങോട്ട് ആവശ്യപ്പെട്ട ഇങ്ങോട്ട് തരും. ഒരു വർഷം വാലിഡിറ്റി ഉള്ള സീറ്റുകൾ പിന്നെയും അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ അവിടെ സീറ്റുകൾ കൂടുതൽ. ഈ ഡിഗ്രിയും അങ്ങനെ തന്നെ, എല്ലാ ഡിഗ്രി ബിരുദാനന്തര സീറ്റുകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് തെക്കൻ ജില്ലകളിലാണ്. അവിടെ ഹയർ സെക്കൻഡറി പാസ്സാകുന്ന വിദ്യാർത്ഥികളെക്കാൾ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ബിരുദ സീറ്റുകളുണ്ട്. TTCയും B.Edഉം അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകളും ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാം അവിടെയാണുള്ളത്. മലപ്പുറത്തെ കുട്ടികളും കോഴിക്കോടത്തെ കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് വണ്ടി കയറി പോകണം, അവിടെ പഠിക്കാൻ കുട്ടികളില്ല. എന്നാൽ വിദ്യാർത്ഥികൾ ധാരാളമുള്ള ഇവിടെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ സർക്കാർ തയ്യാറുമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഓരോ വർഷവും പാസ്സാകുന്ന മലപ്പുറം പോലെ ഒരു ജില്ലയിൽ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഇതുവരെ ഇല്ല. നമുക്ക് ഇവിടെ SFI പോലും പലപ്പോഴും അവരുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെട്ടതാണ് മലപ്പുറം ജില്ലയിൽ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കുന്നത്. ഇത്രയും അധികം വിദ്യാർത്ഥികൾ പാസ്സാകുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SLCയും ഹയർ സെക്കൻഡറിയും പരീക്ഷ വിജയിക്കുന്ന ഒരു ജില്ലയിൽ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല. മെഡിക്കൽ കോളേജ് പോലും മഞ്ചേരി മെഡിക്കൽ കോളേജ് വളരെ അടുത്ത് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെയുള്ള കോഴ്സുകളുടെ എണ്ണം എടുത്താലും പുതിയ കോഴ്സുകളുടെ ന്യൂ ജനറേഷൻ കോഴ്സുകളുടെ എണ്ണം എടുത്താലും ഒക്കെ ഈ വിവേചനം നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഒരു എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും ഒരു കോളേജിൽ 4000-3000 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും അവസാനം അനുവദിക്കപ്പെട്ട കോളേജുകളിലൊക്കെ പോയ 200-400-500 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുള്ളൂ. പലതും ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സർക്കാർ കോളേജുകൾ ഇപ്പോഴും വാടകക്കെട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ബേസിക് സൗകര്യങ്ങൾ മാത്രമാണുള്ളത്. ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താത്ത കാരണമെന്ന് പറഞ്ഞാൽ 18 വയസ്സായി കഴിഞ്ഞ കുട്ടികൾക്ക് മലപ്പുറം ജില്ലക്ക് പുറത്തും പഠിക്കാമല്ലോ. കുട്ടികൾ ഒരു സ്റ്റേറ്റ് സർക്കാർ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നിഷേധിച്ചെന്ന് കരുതി മലപ്പുറം ജില്ലയിലെ പുതിയ തലമുറ, മലപ്പുറം ജില്ലയിലെ കുട്ടികൾ, മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറംതിരിഞ്ഞിട്ടില്ല. അവർ ഇവിടെ ഇല്ലെങ്കിൽ കിട്ടാവുന്നിടത്ത് പോയി. ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തും, കേരളത്തിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് എറണാകുളം, മഹാരാജാസിലും ഒക്കെ എല്ലായിടത്തും പോയി പഠിക്കുന്ന ഒരു തലമുറ ഉണ്ടായി വന്നിരിക്കുന്നു. പക്ഷേ സ്റ്റേറ്റ് പുലർത്തുന്ന അനീതി ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. മലപ്പുറം ജില്ലയിൽ തന്നെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പുതിയ ഗവൺമെൻറ് കോളേജുകൾ, ഗവൺമെൻറ് കോളേജിൽ പുതിയ കോഴ്സുകളൊക്കെ അനുവദിക്കേണ്ടതാണ്. ഇനി നമുക്കിവിടെ ആകെ ഉണ്ട് എന്ന് പറയാവുന്ന ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ തന്നെ സ്തംഭനാവസ്ഥ ഏറ്റവും കൂടുതലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇത് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യേണ്ട കോളേജുകളുടെ എണ്ണം UGC ഒരു മാനദണ്ഡമുണ്ട്. അത് 100 കോളേജുകളൊക്കെയാണ് ഒരു യൂണിവേഴ്സിറ്റി കീഴിൽ അഫിലിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ 100 കോളേജുകളുടെ പരീക്ഷ, വിദ്യാർത്ഥി, മറ്റെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ ഒരു ഉദ്യോഗസ്ഥ തലങ്ങളും അതിൻ്റെ ഒരു സിസ്റ്റമൊക്കെ അനുസരിച്ച് 100 കോളേജുകളെ കൺട്രോൾ ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. എന്നാൽ 100-150 വരെ ആവാം. എന്നാൽ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 500-ലധികം കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്തംഭനാവസ്ഥ ഉണ്ടാവും, താളം തെറ്റും. അതിന് താളം തെറ്റലിൻ്റെയും സ്തംഭനാവസ്ഥയുടെയും ഏറ്റവും വലിയ മാതൃകയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാറുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെയും നഷ്ടം ആർക്കാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മലബാറിലെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് പോലുള്ള ഏറ്റവും പിന്നാക്ക പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും അവിടെയുള്ള കോളേജുകളുമാണ് ഇതിനെ ആശ്രയിച്ച് ഉള്ളത്. അപ്പോൾ അത്തരം പ്രതിസന്ധി കൂടിയും മലപ്പുറം ജില്ലയിലുണ്ട്. അപ്പം പുതിയ യൂണിവേഴ്സിറ്റികളുണ്ടാണ്, ഒന്നല്ല. അപ്പോൾ 500 അഫിലിയേറ്റഡ് ചെയ്ത കോളേജ് എന്ന് പറയുമ്പോൾ UGC മാനദണ്ഡപ്രകാരം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധികൾക്കകത്ത് തന്നെ 5 പുതിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവാം. അങ്ങനെ പുതിയ യൂണിവേഴ്സിറ്റികൾ മലപ്പുറത്ത് ആരംഭിക്കേണ്ടതുണ്ട്. പുതിയ ഗവൺമെൻറ് കോളേജുകൾ ആരംഭിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് കോളേജിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കേണ്ടതുണ്ട്. 500ഓളം, ഏകദേശം 300-500 ഇടയിൽ പുതിയ ഹയർ സെക്കൻഡറി
കോഴ്സുകൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഹയർ സെക്കൻഡറി ഇല്ലാത്ത ഗവൺമെൻറ് ഹൈസ്കൂളുകൾ വരെയുണ്ട്. ആ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. പുതിയ വിദ്യാഭ്യാസ ജില്ലകളും ഉപജില്ലകളും അനുവദിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഉണ്ടായാലേ ഈ കേരളം എന്ന സ്റ്റേറ്റ് എന്ന സർക്കാർ മലപ്പുറത്തെ ജനങ്ങളോട് വിദ്യാർത്ഥികളോട് നീതി ചെയ്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിവേചനവും അനീതിയും വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറത്ത് പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം മലപ്പുറം ജില്ലയെ സംസ്ഥാനം അവഗണിക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകളാണ് പറഞ്ഞത്. അപ്പോൾ ഈ അവഗണനകൾക്കൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു മലപ്പുറം ജില്ലയെ വിഭജിക്കുക എന്നുള്ളത് ഒരു പരിഹാരം തന്നെയാണല്ലോ. ആ വിഭജിക്കുന്നതിന് ആരാണ് തടസ്സം? എന്താണ് പ്രശ്നം? നമ്മൾ ജനസംഖ്യാനുപാതികമായി ഉള്ള ഒരു വികസനം സാധാരണ ജനങ്ങളിലേക്ക് ഓരോ ജനത്തിലേക്കും എത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ വികസന പദ്ധതികൾ താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഭരണകൂട സ്ഥാപനങ്ങളുണ്ട്. ആ ഭരണകൂട സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് മലപ്പുറം ജില്ലയിലെ വികസന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാനുള്ള കാരണം. ഒരു പരിധി വരെ എന്ന് പറയാൻ കാരണം സ്റ്റേറ്റിൻ്റെ ഭരണതലപ്പത്തുള്ളവരും ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിലും നമ്മുടെ മറ്റു ഏറ്റവും ഉന്നത ഓഫീസുകളിലൊക്കെ ഇവരുടെ മലപ്പുറത്തെക്കുറിച്ചും മലബാറിനെക്കുറിച്ചുമുള്ള മനോഭാവം മാറുകയും എല്ലാം കേരളത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒരേപോലെ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായൊരു വികസനം പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കൊടുക്കണം, ഒരു ജില്ല മാത്രം വിവേചനം അനുഭവിക്കാൻ പാടില്ല എന്നൊരു മനസ്ഥിതിയിലേക്ക് ഭരണകൂടം മാത്രമല്ല ആ ഭരണകൂടത്തിൻ്റെ പിറകിലുള്ള ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ കൂടി വരുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. പ്രായോഗികമായിട്ട് നമ്മൾ പറഞ്ഞു ഒരു ജില്ല എന്ന് പറയുന്നത് വികസനം വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പ്രാഥമിക യൂണിറ്റാണ്. അപ്പോൾ 45 ലക്ഷം 50 ലക്ഷം ജനസംഖ്യ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശങ്ങൾ പുതിയൊരു ജില്ല ഉണ്ടാവേണ്ടതുണ്ട്. ഇത് മലപ്പുറം ജില്ലയെ കൂടെ ഉപയോഗിച്ചിട്ട് പുതിയ ജില്ല രൂപീകരിക്കണം എന്നൊരു ആവശ്യമല്ലല്ലോ വേണ്ടത്. മറിച്ച് കേരളത്തിൽ തന്നെ ഒരു പുതിയ ജില്ല ഉണ്ടായിട്ട് 10-25 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജില്ല അപ്പോൾ കേരളത്തിൽ തന്നെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ പുതിയ ജില്ലകൾ ഉണ്ടാവണം. 14 ജില്ലകളാണുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000-ന് ശേഷം 2000-ൻ്റെയും 2025-ൻ്റെയും ഇടയിലുള്ള ഈ 25 വർഷ കാലയളവിൽ ഇന്ത്യയിൽ 150-ലേറെ ജില്ലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 150-ലേറെ ജില്ലകൾ ഉണ്ടാകുന്ന കാരണം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വികസനവും വിഭവങ്ങളും എത്തുക. അങ്ങനെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില ജില്ലയുടെ ഒരറ്റം വേറെയും ഒരറ്റം അങ്ങേ നടക്കലായിരിക്കും. അപ്പോൾ ജിയോളജിക്കൽ പ്രശ്നങ്ങൾ തീർക്കാൻ ജിയോഗ്രഫിക്കൽ പ്രശ്നങ്ങൾ തീർക്കുവാനും പുതിയ ജില്ലകൾ ഇന്ത്യയിലുടനീളം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട്, തമിഴ്നാട്ടിലൊക്കെ പുതിയ ജില്ലകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പുതിയ ജില്ലകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അടിസ്ഥാന വിഭാഗങ്ങളിലേക്ക് വികസനം എത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. അത് ഉണ്ടാവേണ്ടതുണ്ട്. നോക്കൂ, ഇപ്പം ഇനി ഇന്ത്യയിൽ തന്നെ നമ്മൾ ജില്ലകളുടെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ മിക്ക സ്റ്റേറ്റുകളിലും അവിടെയുള്ള ലോകസഭാ മണ്ഡലങ്ങളെക്കാൾ ജില്ലകളുണ്ട്. നമ്മൾ ലോകസഭ നിയമസഭയ്ക്ക് ഞാൻ പറഞ്ഞു ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പം നിയമസഭാ മണ്ഡലങ്ങളും ലോകസഭാ മണ്ഡലങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല കാലങ്ങളായിട്ട് വർദ്ധിച്ചു. കേരളത്തിലും വർദ്ധിച്ചിട്ടുണ്ട്. 127 ആയിരുന്നു, ഇപ്പം 140 അപ്പോൾ ഇതുപോലെ മിക്ക സ്റ്റേറ്റുകളും ജില്ലകളും വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കകാലത്ത് വർദ്ധിപ്പിച്ചു 14ാമത്തെ ജില്ല വന്നപ്പോൾ അവിടെ നിർത്തിവെച്ചതാണ്. പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ നോക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളെക്കാൾ ജില്ലകളുണ്ട്. ഇപ്പം കേരളത്തിൽ നിയമസഭയിലെ ലോകസഭാ മണ്ഡലങ്ങളെക്കാൾ ജില്ലകളുണ്ട്. അപ്പോൾ നോക്കൂ, കേരളത്തിൽ 20 ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത്. പക്ഷേ ജില്ലകളോ 14 ജില്ലകളേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഈ കേരളത്തിൽ 20-ലധികം ജില്ലകളാവാം. അത് അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പം നോക്കൂ, മലപ്പുറത്ത് മാത്രമല്ല പുതിയ ജില്ലകൾ വേണമെന്ന് പറയുന്നത്. മൂവാറ്റുപുഴ ജില്ല എന്നൊരു ആവശ്യം എറണാകുളത്ത് നിന്ന് ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകര ജില്ല എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് പേരാമ്പ്ര കുറ്റ്യാടി ഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജില്ല എന്നൊരു ആവശ്യമുണ്ട്. മലപ്പുറത്തും ഒരു പുതിയ ജില്ല എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. നമ്മുടെ തന്നെ പാലക്കാട് എന്ന് പറയുന്നത് ഭൂവിസ്തൃതി കൊണ്ട് വലിയൊരു ജില്ലയാണ്. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തി പുതിയ ജില്ലകളെക്കുറിച്ച് പഠിക്കാൻ, ജില്ലാ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ, എവിടെയാണ് പുതിയ ജില്ലകൾ വേണ്ടതെന്ന് പഠിക്കാൻ കേരള സർക്കാർ ഒരു കമ്മിറ്റി നിയമിക്കുകയും ആ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മൊത്തം ഒരു 20-ലൊക്കെ അധികം ജില്ലകളായിട്ട് ഒരു 5-6 ജില്ലകൾ പുതിയതായിട്ട് കടന്നു വരണം. അതാണ് പ്രശ്നം പരിഹരിക്കാൻ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. പിന്നെ ജില്ലാ ഭരണകൂട കേന്ദ്രമാണ് വികസനങ്ങൾ വിതരണം. അതുപോലെ തൊട്ട് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞു താലൂക്കുകൾ.
അപ്പോൾ താലൂക്ക് സംവിധാനങ്ങൾ പുതിയതായിട്ട് വർദ്ധിക്കണം, എല്ലായിടത്തും വർദ്ധിക്കണം. അതും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച കമ്മീഷൻ നേരത്തെ പറഞ്ഞതാണ്. മലപ്പുറം ജില്ലയിലും പുതിയ താലൂക്കുകൾ ഉണ്ടാവണം, പുതിയ വില്ലേജുകൾ ഉണ്ടാവണം, പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാവണം. നമ്മൾ ഏറ്റവും അവസാനിപ്പിച്ച പോലെ പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ പുതിയ ഹയർ സെക്കൻഡറി ഉണ്ടാവണം, പുതിയ കോളേജുകൾ ഉണ്ടാകണം, പുതിയ വിദ്യാഭ്യാസ ജില്ലകളും ഉപജില്ലകളും ഉണ്ടാകണം. ഇതിനൊപ്പം നമ്മുടെ KSRTC അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേയിലൊക്കെ പുതിയ സംരംഭങ്ങൾ, പുതിയ പാളങ്ങൾ, പുതിയ പാതകളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കീഴിലുള്ള വ്യത്യസ്ത വ്യവസായ യൂണിറ്റുകളും വ്യവസായ പദ്ധതികളുമുണ്ട്. അതൊക്കെ മലപ്പുറത്ത് നമുക്ക് വളരെ കുറവാണ് കഴിയും. സഹകരണ മേഖലയായാലും എല്ലാ മേഖലയിലും കുറവാണ്. ഇത്തരം പദ്ധതികളൊക്കെ എല്ലാ ജില്ലകളിലും ഉണ്ടാവുന്ന പോലെ തന്നെ മലപ്പുറം ജില്ലയിലും ഉണ്ടാകണം. മലപ്പുറം ജില്ലയ്ക്ക് എന്തോ അധികം വേണമെന്നല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. മറ്റു 13 ജില്ലകളിലും പോലെ മറ്റു കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തെയും മധ്യ തിരുവിതാംകൂറും കൊച്ചിയിലും ഉള്ളതുപോലെ വികസന പദ്ധതികൾ എല്ലാ രംഗത്തും മലപ്പുറത്തും ഉണ്ടാകണം. അതിന് സർക്കാർ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണം. ഇത് നമ്മുടെ തന്നെ രാജ്യത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഭരണകൂടം അംഗീകരിക്കുന്നതും ആ വ്യവസ്ഥകൾക്കുള്ളിൽ പെട്ടതുമാണ്. അത് അംഗീകരിക്കാൻ ഭരണകൂടം തയ്യാറാവുകയും ഭരണകൂടത്തിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി അത് നേടുവാൻ മലപ്പുറം ജില്ലയിലെയും മലബാർ ജില്ലകളിലെയും ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ്മകൾക്കും കഴിയുകയും ചെയ്യണമെന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അത്തരമൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ നാടും ഭരണകൂടങ്ങളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.